ഞങ്ങൾ പല സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഇവരൊക്കെ നായക ഗ്രൂപ്പിൽ പെട്ടവരാ. നമ്മുടെ ഒന്നും ഇടയത്തല്ല, നമ്മളൊക്കെയാണ് വില്ലൻ ഗുണ്ടാഫീസ്. അപ്പൊ അതുകൊണ്ട് പരസ്പരം കണ്ടിട്ടില്ല പലപ്പോഴും. അത് പക്ഷെ ഇതിന്റെ ഇടയിൽ നിങ്ങൾ തമ്മിൽ പ്രണയായിരുന്നുള്ള ഗോസിപ്പുകളൊക്കെ ഒരുപാട് പറഞ്ഞു. എന്താ കരുതി കുട്ടി കൊന്നതാണ്, അങ്ങനെ വരെ പറഞ്ഞു. അവരെല്ലാം കൂടെ കൊണ്ട് തന്നതാ എനിക്ക്. അല്ലാതെ ഞാൻ ബിന്ദുവിൻ്റെ അടുത്ത് പ്രേമാത്മകം നടത്താനോ ഹലോ എന്ന് പറയാനുള്ള പ്രായമോ അല്ല. അപ്പൊ നിങ്ങളെ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുമ്പോൾ മോളുടെ കാര്യം എന്തെങ്കിലും കണ്ടീഷൻ വെച്ചില്ലേ? മോളെ നോക്കണം പറയേണ്ടി വന്നോ? എനിക്കങ്ങനെ പറയേണ്ടി വന്നിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടുമില്ല. ഞാൻ അവളടുത്ത് പറയാറുണ്ട് അവളെ നോക്കിക്കോണം. അടുത്ത ട്രോള് വരും, ഓ അവനവന്റെ കൊച്ചിനെ കളഞ്ഞിട്ട് ഇപ്പം വല്ലവന്റെ കൊച്ചിനെ സന്തോഷം. ബിന്ദു വില്ലനെയാണോ നായകനെയാണോ ഇഷ്ടപ്പെട്ട് തുടങ്ങിയത്? എനിക്ക് അങ്ങനെ അറിയില്ല. എൻ്റെ ഓർമ്മയിൽ ഞാൻ ആദ്യം അച്ഛനും അമ്മയും റാംചറാ സ്പീക്കിംഗ് കാണാൻ പോവാമെന്ന് പറയണതാണ്. അപ്പം അച്ഛൻ പോണത് ഈ സെക്കൻഡ് ഷോയ്ക്കൊക്കെയാണ്. എൻ്റെ അച്ഛൻ ഇച്ചിരി കഴിച്ചിട്ട് പോയാൽ പിന്നെ അച്ഛൻ ഇംഗ്ലീഷേ വരുള്ളൂ. അപ്പോൾ അതാണ് ചെറുപ്പത്തിൽ ഗുണമായിരുന്നത്. ഇംഗ്ലീഷ് തെറി വിളിക്കുമ്പോൾ ഇംഗ്ലീഷ് ഹിന്ദി തെറി വിളിക്കും. അതല്ല അച്ഛനിപ്പോൾ നമ്മൾ പുറകിൽ ചിലപ്പോൾ ചെറുപ്പക്കാരൊക്കെ ഉണ്ട്, അവരെന്തെങ്കിലും പറഞ്ഞ് ചിരിക്കുന്നതായിരിക്കും. പക്ഷെ അച്ഛൻ്റെ വിചാരം കമൻ്റ് അടിക്കുകയാണെന്ന് വിചാരിച്ചിട്ട് ഐ സേ യു ഷട്ട് അപ്പ് എന്നൊക്കെ പറഞ്ഞോളെ. അപ്പം അതുകൊണ്ട് എനിക്ക് അച്ഛൻ്റെ കൂടെ പോകാൻ ആ കാലങ്ങളിലൊക്കെ എനിക്ക് ഭയങ്കര പേടി. ചമ്മലാണ്, നമ്മൾ ഇവരുടെ കൂട്ടത്തിലല്ലേ എന്ന് പറഞ്ഞിരിക്കണ്ടേ, അത് പറ്റൂല്ല. അങ്ങനെ എന്നാലും എനിക്ക് ആ സിനിമ അമ്മ പറഞ്ഞു, ഞങ്ങളെ കൊട്ടാരക്കര ശ്രീധരനാഥൻ്റെ മകനാ അതില്ല, അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് അമ്മയും അച്ഛനൊക്കെ ചെമ്മീൻ ഒക്കെ സിനിമ കണ്ടിട്ട് അവരിങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ ഞാനന്ന് അച്ഛൻ്റെ കൂടെ പോയി പോയപ്പോൾ ഞാനിങ്ങനെ എഴുതി കാണിക്കുന്നത് ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതുമുഖ കൊട്ടാരക്കര ശ്രീധരനാഥൻ്റെ മകൻ സായികുമാർ. ഞാൻ ഇങ്ങനെ നോക്കി നിന്നപ്പോൾ ഒരു മഞ്ഞ ഷർട്ടും കറുത്ത പാൻറ്റും ഇട്ടിട്ട് തടിച്ചിട്ടുള്ള ഒരാളൊക്കെ ഇങ്ങനെ പോകണം. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ വെച്ചോ ഇതാണോ സത്യം പറയാലോട് ഞാൻ അങ്ങനെ വിചാരിച്ചത്. ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ടുണ്ട്. ഇത് പറയുകയും ചെയ്തു, മഞ്ഞ ഷർട്ട് കറുത്ത പാൻറ് കുറച്ച് കുണ്ടിയും ഒക്കെ ആയിട്ട്. സത്യം അങ്ങനെയല്ലേ കുണ്ടിയായിട്ട് നിൽക്കുന്ന ഒരാളെ കണ്ട ഇയാളാണോ ഞാൻ പറഞ്ഞു, ആ കുണ്ടി തന്നെ വേണ്ടി വന്നല്ലോ ഇപ്പം എന്ന് ഞാൻ ചോദിച്ചു. അത് സത്യസന്ധമായ ഉള്ള കാര്യം പറയുന്നത് എന്നാ തെറ്റ്? ഇതെല്ലാവർക്കും ഉള്ളതാണല്ലേ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇയാളാണോ പുതുമുഖ, ഞാൻ വിചാരിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ സിനിമയിലൊക്കെ വന്നിട്ട് ഞാൻ ആദ്യം കണ്ടത് ഇഞ്ചക്കാടൻ മത്തായി സൺസ് എന്ന് പറഞ്ഞ സിനിമയിലാണ്. അപ്പൊ ഏട്ടനൊക്കെ വില്ലൻ ഗ്രൂപ്പ് അല്ലേ. അങ്ങനെ ഒരു ദിവസം നൈറ്റ് ഒക്കെ ഇട്ടിട്ട് ഞാനിങ്ങനെ വരുമ്പോ അതേ മഞ്ഞ ഷർട്ടിട്ട് ഒരാളവിടെ കൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഈ പെട്ടെന്ന് കണ്ടപ്പോൾ സിനിമയിൽ കണ്ട ആളെ ഇവിടെ ഇരിക്കും. അപ്പൊ ഇങ്ങനെ നോക്കി അപ്പൊ ഏട്ടൻ അങ്ങനെ ആരും മിണ്ടൊന്നുമില്ല, നമ്മള് വില്ലൻ ഗ്രൂപ്പ് ഒക്കെ ആയിട്ട് അങ്ങനെയാണ് ഏട്ടനെ ഞങ്ങൾ പല സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഇവരൊക്കെ നായക ഗ്രൂപ്പിൽ പെട്ടവരാ. നമ്മുടെ ഒന്നും ഇടയത്തല്ല. ആദ്യം ഫസ്റ്റ് അത് നായകന്റെ അമ്മായി അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ ചേച്ചി ഒക്കെയാണ്. നമ്മളൊക്കെയാണ് വില്ലൻ ഗുണ്ടാഫീസ്. അപ്പൊ അതുകൊണ്ട് പരസ്പരം കണ്ടിട്ടില്ല പലപ്പോഴും. കല്യാണം എങ്ങനെയാ? ആദ്യത്തെ കല്യാണം ആ സമയത്ത് സിനിമയിൽ അഭിനയിച്ചു? സിനിമയില് വന്നിട്ട് കമലകൾ തന്നെ വന്നല്ലോ അല്ലേ? അത് കഴിഞ്ഞ് കണ്ടിന്യൂ പോയി സിനിമയില്. സിനിമ പിന്നെ അങ്ങനെ കമലം കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞില്ലേ പ്രൊഫഷണൽ ആക്കിയത്. അതായത് ആദ്യത്തെ സിനിമയ്ക്ക് ശേഷം താമസം മാറിയതുകൊണ്ട് ഇവർക്ക് ആർക്കും കോണ്ടാക്ട് ഇല്ല. അന്ന് ലാൻഡ് ഫോണൊക്കെ ആണല്ലോ. അപ്പൊ നമുക്കും അങ്ങനെ ലാൻഡ് ഫോണൊന്നും ഇല്ല. അവര് പിന്നെ ഒരു ദിവസം വെളുപ്പിന് അതിൽ തട്ടുന്ന സൗണ്ട് ആരാണെന്ന് നോക്കിയപ്പോൾ ആ സിനിമയുടെ എക്സിക്യൂട്ടീവ് മറ്റേ 7 ആൻഡ്സ് മോൻ്റെ അസിസ്റ്റന്റ് സേതു അടൂരും പിന്നെ അതിൻ്റെ ആൾക്കാരൊക്കെ വന്നു. ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ച് അവസാനം വന്ന് ഈ സിനിമയ്ക്ക് വിളിക്കാൻ വളയം. അങ്ങനെയാണ് ആ സിനിമയ്ക്ക് പോകുന്നത്. ആ സമയത്ത് 2 സീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ ഇങ്ങനെ മരിക്കുന്നത്. പിന്നെ അതിൻ്റെ കർമ്മങ്ങളൊക്കെ നാട്ടിൽ 10 ദിവസം കഴിഞ്ഞിട്ട് ആ പടത്തിൽ 3 സീനേ ഉള്ളൂ ആ സിനിമയിൽ. അതെടുത്തായിരുന്നോ? മരിച്ചു കഴിഞ്ഞ് കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ സീൻ ബോർഡ്. സിനിമക്കാരിയാകാൻ തീരുമാനിച്ചത് എങ്ങനെയാണ്? അത് സല്ലാപം എന്ന് പറയുന്ന സിനിമയാണ് ശരിക്കും പ്രൊഫഷനായിട്ട്. വീണ്ടും ഞാൻ സിനിമ തന്നെ എന്ന് അങ്ങനെ തീരുമാനിക്കാൻ കാര്യം? അതങ്ങനെ തീരുമാനിക്കാൻ കാരണം ആ സമയത്ത് എൻ്റെ ബ്രദർ ഒരു കേസിലൊക്കെ പെട്ടിട്ടുണ്ടായിരുന്നു. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ ഈ ഫ്രണ്ട്സിൻ്റെ ഒരു ഇതിൽ കൊണ്ടുവച്ച് പ്രൊബേഷണറി പീരീഡും കൂടിയായിരുന്നു. പ്രൊബേഷണറി പീരീഡ് കൂട്ടുകാരനായിരുന്നു. എന്തോ കൊണ്ടുവച്ചപ്പോൾ ഈ സാമ്പത്തിക ഇടപാട് ഒക്കെ നടത്തുന്ന ഒരു
ആളായിരുന്നു. അതായിരുന്നു അവരുടെ ഡെസിഗ്നേഷൻ. എല്ലാം പൂട്ടിയിട്ട് പോകണം, അങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഒരു 11 മണിക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പം നേരെ ഓപ്പോസിറ്റാണ് കസ്റ്റംസ് ഓഫീസൊക്കെ. അപ്പോൾ അവിടുന്ന് അവർ വന്നിട്ട് പിടിക്കാൻ ഡ്രോ തുറന്ന് ഇതെടുത്തു. അങ്ങനെ ഒരു പെട്ടെന്ന് അകത്തായി ഒരു 5 വർഷം അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഡ്രോ തുറന്ന് മാത്രമല്ല, അവരുടെ കയ്യിൽ തന്നെ സാധനം ഉണ്ടായിരുന്നു. അവർ വേറെ പോക്കറ്റ് ഇട്ടിട്ട് ആമ്പിൾ എന്ന് പറഞ്ഞാൽ അതും എടുത്തു. അപ്പോൾ ആ ജോലി പോയോ? ജോലി പോയ ആളെ കാണാനില്ല, ജോലിക്ക് പോയ ആളെ കാണാനില്ല. എന്നിട്ടോ? പിന്നെ ഞാനും അമ്മയും അനിയനും മാത്രമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ. പിന്നെ അവിടുന്ന് അങ്ങോട്ടൊരു പിന്നെ ഞങ്ങൾ പിന്നെ കേസ് അപ്പോഴാണ് അറിയുന്നത്. ഇവര് കൊണ്ടുപോകുന്ന സമയത്ത് പിന്നെ ഇവരെ വേറെ ആരെയും നോക്കുന്നില്ല. ഇവരുടെ സംഘത്തിലേക്ക് കൊണ്ടുപോകും. പിന്നെ കേസും കാര്യങ്ങളൊക്കെ ആയി വന്നതിന് ശേഷമൊക്കെ ഇയാളെ കാണാൻ പറ്റുള്ളൂ. കസ്റ്റംസോ? അവര് കൊണ്ടുപോയിട്ട് നമുക്കൊരു വിവരമില്ല. അന്ന് അറിഞ്ഞു വിവരം, ഇങ്ങനെ ഓഫീസിൽ നിന്നൊക്കെ പോർട്ട് ഹോസ്പിറ്റൽ അവരൊക്കെ പോർട്ട് ഓഫീസിൽ നിന്നൊക്കെ അറിഞ്ഞു. പക്ഷെ ആളെ കാണുന്നില്ല. എന്താ സംഭവിച്ചത്? അല്ലല്ല, 5 കൊല്ലം കിടന്നു എന്ന് പറയാ. കഴിഞ്ഞു. കഴിഞ്ഞു. ഒന്നും അവർക്ക് ഒരു തെളിവോ അങ്ങനെ ഇല്ല. അങ്ങനെ കുറ്റവിമുക്തരായി അവസാനം ജോലി തിരിച്ചു. ഡിഗ്രി പാസ്സായത് ജയിലിൽ, കണ്ണൂർ സെൻട്രൽ ജയിലിലായിരുന്നു. അവിടെ നിന്നിട്ടാണ് ഡിഗ്രി പാസ്സായത്. ഈ സമയത്ത് അനിയൻ കുഞ്ഞു പ്രായം. അനിയൻ എൻ്റെ 2 വയസ്സ് ഇളയതാ. അപ്പോൾ അവനും അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ വീട്ടിൽ. അച്ഛൻ മരിച്ചു. പിന്നെ കേസ് നടത്തണമെങ്കിൽ പണം ഒരാവശ്യമാണ്. അപ്പോൾ നമുക്ക് സിനിമയിൽ കിട്ടുന്നതിനേക്കാൾ വരുമാനം വേറെ എവിടെയില്ല. അപ്പം അത് നടത്തിയല്ലേ പറ്റുള്ളൂ. അങ്ങനെയാണ് രാംപിള്ള സാറിൻ്റെ സീനിയർ അഡ്വക്കേറ്റ് ആയിരുന്നു, MN സുകുമാരൻ സാറായിരുന്നു കേസ്. അതെ. പക്ഷേ വളരെ റീസണബിൾ ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ സാർ പറഞ്ഞുള്ളൂ. സാധാരണ അവരൊക്കെ വാങ്ങിക്കുന്ന ഒരു തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്. സിറ്റിങ്ങിനൊക്കെ 50 ഒക്കെ ആയിരുന്നു തോന്നുന്നു. പക്ഷേ എൻ്റെ അച്ഛനെയൊക്കെ നല്ല പരിചയം ഉണ്ടായിരുന്നു MN സുകുമാരൻ സാർ. അങ്ങനെയാണ് സിനിമയിലേക്ക് ഫുൾ ഇറങ്ങുന്നത്. അപ്പം ഞാൻ ഈ കൂട്ടത്തിലൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞാൽ മതിയാവും. പിന്നീട് വളരെ ദുരൂഹമായിട്ടില്ലായിരുന്നോ ചേട്ടൻ്റെ മരണം? അതെ, അതൊരു ആക്സിഡൻ്റ് ആണെന്നാണ് പറഞ്ഞത്. ഒരു ട്രാൻസ്പോർട്ട് ബസ്സിൻ്റെ ബാക്ക് വശം തട്ടി ആണ് വീണതെന്നാണ് പറയുന്നത്. പക്ഷെ ഒരുപാട് ഇഞ്ചുറീസ് ഉണ്ട്. അത് ലെഫ്റ്റിലേക്കാണ് വീണ് കിടന്നതെന്ന് പറഞ്ഞു. പക്ഷെ ഒരുപാട് ഇഞ്ചുറീസ് ഉണ്ട്. റൈറ്റ് സൈഡിലായിരുന്നു ഇഞ്ചുറീസ് കൂടുതൽ. അത് ഇങ്ങനൊരു ബൈക്കിൻ്റെ ബാക്ക് വശം വന്ന് തട്ടുമ്പോൾ ഇത്രയധികം ഇഞ്ചുറീസ് ഉണ്ടാവുമോ എന്നുള്ളൊരു സംശയം നമ്മുടെ മനസ്സിൽ അന്നേ ഉണ്ടായിരുന്നു. പക്ഷേ അതാണ് സത്യം എന്നുള്ളതാണ് അവർ പോലീസുകാരൊക്കെ അന്വേഷിച്ച് പറയുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നമ്മൾ കണ്ടിട്ടില്ല, അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അതിൻ്റെ ബാക്കിയൊന്നും നമ്മൾ പിന്നെ എന്ത് വെച്ചിട്ട് നമ്മൾ അന്വേഷിക്കാൻ പോകുന്നത്? കേസുണ്ടെന്ന് പറഞ്ഞു ഒരു വൈപ്പൂരൊക്കെ. കേസുണ്ടെന്നറിയാം, അത്ര അറിയത്തുള്ളൂ. അത്ര അറിയുള്ളൂ, വേറെ ഒന്നും നമ്മൾ ഷെയർ ചെയ്യാറില്ല. ഇപ്പോൾ ഒട്ടും ഒരു അടുപ്പമില്ലാത്ത രീതിയിലാണ് ഫാമിലി. അവരുടെ ഫാമിലി, അവൻ്റെ വൈഫും മോനും എല്ലാവരും. പിന്നെ അപ്പോൾ നമ്മൾ അതിനകത്ത് പിന്നെ അത് എല്ലാം അവർക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തായിട്ട് എന്താണ്. പിന്നെ ബിന്ദുവിൻ്റെ കാര്യം വെച്ചിട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെയാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളൊരു മറുപടി. ഡോക്ടേഴ്സും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. പിന്നെ അതിന് മേലിലേക്ക് കയറി അന്വേഷിച്ചിട്ടില്ല. ഇളയാനിയനോ ഇപ്പം എന്ത് ചെയ്യുന്നു? ഇളയാനിയനിപ്പോൾ കാഞ്ഞങ്ങാടാണ്. അയാൾ ഊബർ ഓടിക്കുകയാണ്, ഗൾഫിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ട്. ഊബർ ഓടിക്കാം, വേറെ ജോലിക്ക് പോകാതിരുന്നേ പിന്നെ സ്വന്തമായിട്ട് വണ്ടി എടുത്തിട്ട് ഊബർ ഓടിക്കാം. കാഞ്ഞങ്ങാട് എല്ലാം കാര്യം. കാഞ്ഞങ്ങാട് ആദ്യത്തെ വിവാഹം അവൻ്റെ ഡിവോഴ്സായി. രണ്ടാമത് ഈ അവർ തമ്മിൽ ചാറ്റ് ചെയ്തിട്ട് ഒരു കുഞ്ഞുള്ളൊരു ലേഡി കല്യാണം കഴിച്ച കാഞ്ഞങ്ങാടതാണ്. അങ്ങനെ അവിടെ കഴിയും. വേറെ ബിന്ദുവിൻ്റെയും സായിയുടെയും ഒന്നും സൗഹൃദങ്ങളും ബന്ധങ്ങളും ഉപയോഗിച്ച് മെച്ചപ്പെട്ട ജോലിക്ക് നോക്കാൻ ശ്രമിച്ചില്ല. അവൻ ഇതാണ് താല്പര്യം. ഇവന് സിനിമയിൽ ആർട്ട് ഡയറക്ടറുടെ അസിസ്റ്റന്റ് ആർട്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. നന്നായിട്ട് ഈ പിക്ചർ വരയ്ക്കും. നന്നായിട്ട് ഈ സിമെന്റ് കൊണ്ട് ഈ ഇങ്ങനെ ഓരോന്ന് സ്കൾപ്ചർ ചെയ്യും. അങ്ങനെ ഒരുപാട് സംഭവമുള്ളതാണ്. സിനിമയിൽ ആദ്യം ഉണ്ടായിരുന്നത് അവനാണ്. പക്ഷേ ഇപ്പോഴും യൂബർ ഒഴിക്കാനാണ് താല്പര്യം. വർഷങ്ങളായിട്ട് അവൻ ഗൾഫിലാണ്. ഈ അടുത്ത കൊറോണ കഴിഞ്ഞപ്പോഴാണ് റിസൈൻ ചെയ്ത് വന്നത്. അപ്പോൾ സ്വന്തമായിട്ട് ചെയ്യാം എന്നുള്ളൊരു രീതിയിൽ. അപ്പോൾ അവിടെയാണ് താമസവും വീടൊക്കെ അവിടെ? അതെ. അപ്പോൾ അന്ന് മുതൽ അമ്മ ബിന്ദുവിനോടാണോ? അമ്മ പണ്ട് മുതലേ എൻ്റെ കൂടെയാണ്. പിന്നെ ബാബേട്ടൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ കുറച്ച് നാൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അജി എപ്പോഴും ഗൾഫിലായതുകൊണ്ട് ആ കുട്ടിയുടെ വീട്ടിലൊക്കെ ആയിരുന്നു. അമ്മ കൂടുതൽ സമയം ഇത്ര വർഷവും എൻ്റെ കൂടെ തന്നെയാണ്. പിന്നീട്
വിനുവായിട്ട് വിവാഹം കഴിക്കുമ്പോഴും അമ്മ അത് അമ്മ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ അമ്മയും അച്ഛനും ഉണ്ട്. ഞാൻ ഷൂട്ടിങ്ങിനും അങ്ങോട്ടും അവിടെ നിൽക്കും ഇവിടെ നിൽക്കും അമ്മയുടെ കൂടെ. അപ്പോൾ ആരും ഇല്ലല്ലോ. അജി എൻ്റെ കല്യാണം കഴിഞ്ഞ ഉടനെ അജി ഗൾഫിലും പോയി, ബാബേട്ടൻ അവിടെയാണ്. അപ്പോൾ അമ്മ ഒറ്റയ്ക്കല്ലേ. അപ്പോൾ ഞങ്ങൾ അവിടെ അച്ഛനും അമ്മയുണ്ട്. അപ്പം അച്ഛനും അമ്മേൻ്റെ അടുത്തും പോയി നിൽക്കും, ഇവിടെ നിൽക്കും. പിന്നെ ബിജുവേട്ടൻ്റെ ഒരു സിസ്റ്റർ മോനെ കൂടെ കൊണ്ട് നിർത്തി. അമ്മ ഒറ്റയ്ക്കാവുന്നതുകൊണ്ട്. സിനിമയിലുള്ള പരിചയമാണ് ബിജുവിലെ. അതെ അതെ അതെ. എത്ര കാലം നിങ്ങൾ? ഞങ്ങൾ 10 വർഷം കഴിഞ്ഞില്ല. ആ ഒരു 1997 അല്ല 2006 2007 10 വർഷം ആവുന്നതിന് മുമ്പേ. ആ സമയത്ത് സായിച്ചേട്ടനോട് പരിചയമുണ്ടല്ലേ? ആ സമയം സിനിമയിലുള്ള സമയം. എനിക്ക് ബിജുവിനൊക്കെ കൂടുതൽ പരിചയമുള്ളത് ബിജുവായിട്ട്. കാരണം അത്ര ഫ്രണ്ട്ലി മാത്രമല്ല, പറഞ്ഞു വന്നാൽ എനിക്ക് എൻ്റെ ആയിട്ടൊരു ബന്ധവും കൂടെ ഉണ്ട്. ഷാജി കൈലാസിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു. അപ്പം എനിക്ക് ബിന്ദുവിനേക്കാൾ കൂടുതൽ പരിചയം സത്യത്തിൽ ബിജുവായിട്ടാണ്. പിന്നെ ബിജുവിൻ്റെ വൈഫാണ് ബിന്ദു എന്നുള്ളതായിരുന്നു നമുക്ക്. ആർട്ടിസ്റ്റാണ്. പിന്നെ ബിന്ദുവിൻ്റെ അടുത്ത് സംസാരിക്കുന്നത് ബിജുവിൻ്റെ വൈഫാണല്ലോ എന്നുള്ള രീതിയിലാണ്, അല്ലാതെ നമുക്ക് വേറെ. അത് പക്ഷേ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ തമ്മിൽ പ്രണയായിരുന്നുള്ള ഗോസിപ്പുകളൊക്കെ ഒരുപാട് പറഞ്ഞു. എന്താ കരുതി കുട്ടി കൊന്നതാണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ നേരത്തെ ഞങ്ങൾ പ്ലാൻ ചെയ്തു. അങ്ങനെ വരെ പറഞ്ഞു. പിന്നെ നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ പുറത്ത് പിന്നെ സത്യത്തിൽ എനിക്ക് തോന്നുന്നത് എപ്പോഴും ബിജു ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. അത് ബിജുവിന്റെ വർക്കിനുള്ള സമയത്ത് ഇവളാണെങ്കിൽ ചെറിയ ഇവളവിടെ ഉണ്ടാവും, ഇവളുടെ വർക്ക് സമയത്താണെങ്കിലും ബിജു അവിടെ ഉണ്ടാവും. അത് ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ, എവിടെയും കണ്ടിട്ടുള്ളൂ. നിങ്ങളെ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല ഒരിക്കലും? ഇല്ല അങ്ങനത്തെ പ്രശ്നങ്ങളും ഇല്ലേ. ബിജുട്ടെ കഴിക്കണേന് ഞാനിങ്ങനെ പറയും കഴിക്കണ്ടെന്ന് പറയും. അങ്ങനെ കഴിക്കില്ല. എല്ലാ സിനിമാക്കാരും രാത്രിയാവുമ്പം കഴിക്കുമല്ലോ. അപ്പം അതുകൊണ്ട് പറയണതേ ഉള്ളൂ. പിന്നെ എൻ്റെ അച്ഛൻ നല്ല കഴിക്കുന്ന ആളായതുകൊണ്ട് എനിക്കത് അത്ര ഇഷ്ടമുള്ള കാര്യമായിരുന്നില്ല. അതെ. എങ്ങനെയാണ് മരിച്ചത്? ഫിക്സ് വന്നിട്ടാണ് മരിച്ചത്. അപ്പോൾ ആ സമയത്ത് ഈ കഴിക്കും എന്നുള്ളതുകൊണ്ട് ഷൂട്ടിങ്ങിന് പോകുമ്പോഴും അവർ ചാർട്ടിങ് ഒക്കെ തൊട്ട് ഒരുമിച്ചുള്ളപ്പോഴും കഴിക്കുമല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ ചെക്കപ്പ് ചെയ്യും. പക്ഷെ ഒരു അസുഖമൊന്നും വരുന്ന ആളല്ല. പനി വന്നിട്ടോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. വളരെ അപൂർവമാണ്. എന്നാൽ എനിക്കാണ് പ്രഷറും കാര്യങ്ങളൊക്കെ ഉള്ളത്. അങ്ങനെ ഒരു ദിവസം പനി വന്നു ഹോസ്പിറ്റലിൽ. ഒരു ദിവസം ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ഷിവറിങ് വന്നു. അപ്പോൾ BP കൂടിയതാണോ നോക്കി. BP കൂടി അവർ തന്നെ ലക്ഷ്മി ഹോസ്പിറ്റൽ അരൂരിൽ അവിടെ കൊണ്ടുവന്നു. എനിക്ക് ഫോൺ വന്നു. ഞാൻ അപ്പം തന്നെ പോയി. ഷാജി സാറിൻ്റെ വേണം. അങ്ങനെ അതിന് പോയി ഞാൻ ടാബ്ലറ്റ് കൊടുത്തു വന്നു. കുറേ കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ ഇങ്ങനെ തിരിച്ചു വന്നു. അപ്പോൾ ഇതുപോലെ ഫിക്സ് വന്നു. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഇത്. അപ്പോൾ അമ്മയോടൊക്കെ ചോദിക്കേണ്ടത് ചെറുപ്പത്തിൽ അങ്ങനെ വരാറുണ്ടോ? പറഞ്ഞു ഇല്ല വന്നിട്ടില്ല, അങ്ങനെയൊന്നും അസുഖമൊന്നും വരില്ല എന്ന്. പിന്നെ പറഞ്ഞു ചിലപ്പം ഈ കഴിക്കണവർക്ക് ചിലവർക്ക് ഇത് പിടിക്കില്ല അത്രേ, ഞരമ്പിനെ ബാധിക്കും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ. പിന്നീട് ഞാൻ മധുസാറിൻ്റെ പടം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതുപോലെ പനി കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ വന്നത്. ആ ഷൂട്ടിന് പോകണം. അന്ന് അവരുടെ വണ്ടി തിരിച്ചിടിപ്പിച്ചൊക്കെ ബിജുവേട്ടനാണ്. അന്ന് രാവിലെ ഒരു കുഴപ്പമില്ല, ഇച്ച് പനി ഉണ്ടെന്നേ ഉള്ളൂ. അപ്പം എന്നാൽ കാണിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ടാണ് ഹോസ്പിറ്റലിലാക്കി അമ്മേനെ അവിടെ ഇരുത്തിയിട്ടാണ് ഞാൻ പോയത്. പക്ഷെ പോയിട്ട് അന്ന് അമ്മ വിളിക്കുമ്പോൾ ഞാൻ തിരിച്ച് വരിക. അന്ന് അഡ്മിഷൻ ആയതിലും പോയിട്ട് തിരിച്ച് വരുമ്പോൾ ഞാൻ കാണുന്നത് ഫിക്സ് വന്ന് എല്ലാവരും കൂടി ഇങ്ങനെ എടുത്തുകൊണ്ട് പോണതാണ് കാണുന്നത്. അന്ന് വെന്റിലേറ്ററിലായി. ബ്ലഡ് ഒമിറ്റ് ചെയ്ത് ഇതെടുത്തുകൊണ്ട് പോണതാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അമ്മയുടെ കരച്ചിലിപ്പോഴാണ് എനിക്ക് ആരാണിതെന്ന് പോലും എനിക്ക് മനസ്സിലാവുണ്ടായിരുന്നില്ല. അങ്ങനെ അന്ന് വെന്റിലേറ്ററിലായതാണ്. പിന്നെ ഒരു 34 ദിവസം വെന്റിലേറ്ററിലായിരുന്നു. പിന്നെ കിട്ടിയില്ല. നിങ്ങൾ തമ്മിലുള്ള വിവാഹത്തിലേക്ക് നയിച്ച സാഹചര്യം എന്താണ്? അക്കാലത്ത് ഒരുപാട് ഗോസിപ്പുകളൊക്കെ ഒരുപാട് കഥയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അങ്ങയുടെ അത് എന്താ പറയാ, ഞാനിപ്പോൾ ആദ്യ ഭാര്യയുടെ കുറ്റം പറയണമെന്ന് ഞാൻ പറയുന്നില്ലെങ്കിൽ പോലും കുറ്റമല്ല, ഒരുപാട് പേരോട് പലതും പറഞ്ഞിട്ടുണ്ട്. അതെ, അതും എനിക്കറിയാം. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അവരെല്ലാം കൂടെ കൊണ്ട് തന്നതാണ് എനിക്ക്. അല്ലാതെ ഞാൻ ബിന്ദുവിൻ്റെ അടുത്ത് പ്രേമാത്മകത നടത്താനോ ഹലോ എന്ന് പറയാനുള്ള പ്രായമോ അല്ല. എന്നാൽ പിന്നെ നല്ല പ്രായത്തിൽ എന്തെങ്കിലും ആയിക്കൂടെ? എനിക്ക് ബിജുവേട്ടൻ മരിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ 8 മാസം കൊണ്ടായിട്ടുള്ളൂ. 8 മാസം ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ആ ട്രൂപ്പിൽ ഇല്ലാതിരുന്ന ഒരാളാണ്. ലാസ്റ്റ് മൂമെന്റിൽ ആർക്കോ ഇതൊന്നും കിട്ടാതെ വന്നപ്പം അല്ലേ അമേരിക്കയിലേക്ക്. അത് ആരായിരുന്നു? ജോക്കറിൽ അഭിനയിച്ച കുട്ടിയായിരുന്നു, മന്യ എന്ന് പറഞ്ഞ കുട്ടിയായിരുന്നു. അപ്പം അതിനു മുമ്പ് ഈ ഇതിലെ ഉണ്ടായിരുന്ന ഒരാളും ഇവർക്ക് ആദ്യം വിസ കിട്ടിയിരുന്നു ഈ മന്യക്കൊക്കെ, അമേരിക്കയിലൊക്കെ സ്റ്റേജ് ഷോ. അപ്പം നമ്മൾ ഒരു ഡോക്ടറാണ് നമ്മളവിടെ സ്പോൺസർ ചെയ്തത്. അപ്പം ഇവിടുന്ന് പോകാനായിട്ടിരുന്ന സമയത്ത് നമ്മുടെ കൂട്ടത്തിലുള്ള 2 പേർക്ക് വിസ സ്റ്റാമ്പ് ചെയ്ത് വന്നില്ല.
അപ്പം അത് ഒന്നുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഒന്ന് കുറച്ചുകൂടെ ഒന്ന് പോസ്റ്റ്പോൺ ചെയ്തിട്ട് പറ്റത്തുള്ളൂ. വീണ്ടും അത് ചെയ്യാനായിട്ടുള്ള അങ്ങനെ കൊടുക്കാൻ പറ്റും, ഗ്യാപ്പ് ഇടണം. അപ്പോൾ അങ്ങനെ കൊടുക്കാനിരുന്ന സമയത്ത് ഈ ഗ്യാപ്പിൽ ഈ കുട്ടിക്കും വേറൊരാൾക്കും വിസ ഉണ്ടായിരുന്നു. അവർ നേരെ അവിടെ പോയിട്ട് ചെറിയ ചെറിയ പ്രോഗ്രാമിനൊക്കെ പോയി അവിടെ ചെന്ന് ഇവിടെ വന്നു എന്നുള്ള നാട്ടുകാർ മൊത്തം പറഞ്ഞപ്പോൾ അവർക്കത് ആ ആർട്ടിസ്റ്റിനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നായി. അപ്പോൾ എൻ്റെ അടുത്ത് ആരും ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ഞാൻ എൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ ഇന്ന നായിക വേണമെന്നോ അല്ലെങ്കിൽ എൻ്റെ പേര് ഇതായിരിക്കണമെന്നോ ആരാണതെന്നോ ഒന്നും ഞാൻ അന്വേഷിക്കാൻ പോകില്ല. അത് ഡയറക്ടറുടെ കടമയാണ്, ഡയറക്ടർ പറയും നമ്മൾ അഭിനയിക്കും. അപ്പോൾ എൻ്റെ അടുത്ത് ബിന്ദു പണിക്കർ, സത്യത്തിൽ ഞാൻ പറഞ്ഞ എൻ്റെ കയ്യിൽ ഫോൺ നമ്പർ ഇല്ല. ഇവർ ബിജുവിനെ വിളിച്ചാലും ചിലപ്പോൾ ബിന്ദു എടുക്കും, ബിന്ദുവിനെ വിളിച്ചാലും ചിലപ്പോൾ ബിജു എടുക്കും. കാരണം ഒറ്റ ഫോണേ ഉണ്ടായിരുന്നുള്ളൂ ഇവർക്ക്. അത് പിന്നീടാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എവിടെ താമസിക്കുന്നത്. ഞാൻ താമസിക്കുന്നത് ഞാൻ ഒരു ദിവസം ഇവർ സിന്ദൂരം എന്ന് പറഞ്ഞിട്ടൊരു വീട് വാങ്ങിച്ചു. അതായത് എവിടെയാണ്? എടപ്പള്ളി. അപ്പോൾ അവനെ ആ പടത്തിൻ്റെ അസോസിയേറ്റാണ്. അപ്പോൾ ഞാൻ ചേട്ടാ വീടൊക്കെ വാങ്ങിച്ചെന്ന് പറഞ്ഞിട്ട് അവർ നമ്മളെയൊക്കെ വിളിച്ചൊരു ചായ തരിക എന്നൊരു സാമാന്യം മര്യാദ ഉണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ ആ ഭാഗത്തേക്ക്. അതൊന്നും കാണിച്ചല്ലോ ഇല്ല ചേട്ടാ എന്നൊക്കെ പറഞ്ഞാൽ അത് നിന്നു. അപ്പോൾ ഒരു ഞാൻ ലൊക്കേഷനിലോട്ട് പോയ വഴിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെയാണ് ബിന്ദു ചേച്ചി താമസിക്കുന്നത്. ഞാൻ എവിടെ? ഇവിടെ. ഞാൻ വണ്ടി അങ്ങോട്ടാക്കടാ വണ്ടിയാക്കി. ഞാൻ ചെന്നപ്പോൾ ഇവരാരും ഇല്ല അവിടെ, അവർ ഷൂട്ടിങ്ങിനെ കണ്ട് പോയി. ഞാൻ പിന്നെ തിരിച്ചു വരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല ഇവിടെ അടുത്തെങ്ങാണ്ടൊരു എവിടെയാണ് നിങ്ങളെന്താ താമസിച്ചിട്ടുള്ളത്? എടപ്പള്ളിയിലെ മറ്റേ അമ്പലത്തിൻ്റെ എന്താ നാലമ്പലോ? ചേതംകുളങ്ങര ഒരു കൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട്, അതിൻ്റെ അടുത്താണ് താമസം എന്നറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു ജസ്റ്റും ചോദിച്ചു ചേട്ടാ ഒന്ന് വിളിക്കുക. ഞാൻ പറഞ്ഞു ഞാനും വിളിക്കില്ല, നിങ്ങൾ പോയി സംസാരിക്കൂ കാര്യം ചെയ്യും. ഒന്നാമത്തെ കാര്യം ഇപ്പോൾ അവർ വരുമെന്ന് എനിക്ക് യാതൊരു വിശ്വാസമില്ല. കാരണം ഭർത്താവ് മരിച്ചിട്ട് ഇപ്പോൾ 6-7 മാസമായിട്ടുള്ളൂ. വരുമെന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഒന്ന് വിളിച്ചു നോക്കിയാലോ? ഞാൻ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ആ സ്പോൺസർ വിളിച്ചു, സാറൊന്ന് സംസാരിക്കും. ഞാൻ പറഞ്ഞു ഞാൻ സംസാരിക്കില്ല, ഞാൻ സംസാരിക്കുന്നത് ശരിയല്ല, ഞാനല്ല എന്നെ സംസാരിക്കേണ്ട ആൾക്കാർ. അങ്ങനെ പോയി സംസാരിച്ചാണ് ഇവർ വന്നത്. അപ്പം ബിജുവിൻ്റെ ആ ഒരു ഇതിൽ നിന്നൊക്കെ ഒന്ന് മാറിക്കോട്ടെ എന്ന് വിചാരിച്ചായിരിക്കാം ഇവരുടെ വീട്ടുകാർ വിട്ടതും. അപ്പോൾ അവിടെ വന്നപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ അഭിനയിക്കുന്ന പ്രൊഫഷനിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളവരാണ്. അധികം ആൾക്കാരൊന്നുമില്ല, ഒരു ഡാൻസർ, ഒരു സിംഗർ, പിന്നെ നമ്മൾ രണ്ടുപേരും, പിന്നെ മിമിക്രിയിലെ കുറച്ച് ആൾക്കാരും ഒക്കെയുള്ള ആട്ടുപോലും. പക്ഷേ ഞാൻ ഇന്നുവരെ വിജയേട്ടനില്ലാതെ ഒരു ഷോയ്ക്ക് പോയിട്ടില്ല. നമ്മൾ ഇങ്ങനെ പോയി ശീലമില്ല. അങ്ങനെ പോയൊരു ഇതാണ്. പിന്നെ പോയി തിരിച്ചു വന്നപ്പോൾ വന്നിട്ട് ഞാൻ എൻ്റെ ഷൂട്ടിങ്ങിന് പോയി, ഇവരുടെ ഷൂട്ടിങ്ങിന് പിന്നെ കഥകളൊക്കെ അതിപ്പോൾ ഞാൻ അറിയുന്നില്ല. അത് ഒരു ദിവസം വെള്ളി നക്ഷത്രത്തിലെങ്ങാണ്ട് വന്നു എന്ന് പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഞാനൊരു സ്ഥലത്ത് ഷൂട്ടിങ്ങിന് നിൽക്കുന്ന സമയത്ത് എൻ്റെ മൊബൈലിലൊരു കോള്. ഞാൻ നോക്കുമ്പം ഈ സാറ്റലൈറ്റ് ഫോണാണ്. വെച്ചിട്ട് ആരാന്ന് വെച്ചാൽ പറഞ്ഞാൽ സിദ്ദിഖാണ്. സിദ്ദിഖ് എടുത്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നീ എവിടെയുള്ള? ഞാൻ നിന്നെ ഷൂട്ടിംഗ് സ്ഥലത്ത് എന്ന് പറഞ്ഞു. ഞാൻ ചെന്താ നീ എവിടുന്നാണ് വിളിക്കുന്നത്? ഇതേത് നമ്പർ എന്ന് ചോദിച്ചു. എടാ ഇത് ലാലിൻ്റെ ഫോണാണ്, കാർഗിൽ നിന്നാണ്. അപ്പോൾ ഞാൻ മനസ്സിൽ ദൈവമേ ഇനി കാർഗിൽ മേജർ രവി സാറിൻ്റെ പടം അവിടെ നടക്കുക. അപ്പോൾ ഞാൻ ഇനി കാർഗിലിൽ വിളിച്ചിട്ട് ഞാൻ ഇനി ഇവിടുന്ന് പണ്ടാരോധനം കൂടെ ചുറ്റിപ്പറക്കി ഇനി കാർഗിൽ വരെ പോകേണ്ടി വരുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ലാലിന് കൊടുക്കാമെന്ന് കൊടുത്തപ്പോഴാണ് ലാൽ ചോദിച്ചു ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ കേൾക്കുന്നു അണ്ണാ എന്ന് പറഞ്ഞു. എന്താ ബിന്ദുവായിട്ട് ഇങ്ങനെ എന്തോ സംഭവമാണെന്ന് ഞങ്ങളുടെ വൈഫ് ഇന്നസെൻ്റ് ആയിട്ട് എന്നെ വിളിച്ച് പറഞ്ഞിട്ട് ഇന്നസെൻ്റ് എന്നെ വിളിച്ചിരുന്നു. അതെന്താണെന്നറിയാനാണ് ഞാനും ഇപ്പോഴറിയുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. അല്ല അണ്ണാ ഇത് കേട്ടപ്പോൾ ഞാൻ ശരിയാണ്, കേൾക്കുമ്പോൾ വിളിക്കുന്നത് ശരിയാണ്, പക്ഷേ എനിക്കറിയില്ല. അങ്ങനെ അവർക്കുണ്ടെന്ന് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ എന്ത് ചെയ്യാനാണ്? എൻ്റെ മനസ്സിലില്ല. അങ്ങനെ തോന്നുകയാണെങ്കിൽ ഞാൻ അണ്ണൻ്റെ അടുത്ത് പറയാം എന്ന് പറഞ്ഞു. ശരി എന്നൊരു ഫോൺ വെച്ചു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു. ആ സംഭവത്തിന് ശേഷമാണ് ഞാൻ പിന്നെ നോക്കിയപ്പോഴാണ് വെള്ളി നക്ഷത്രത്തിൽ നിന്ന്. അപ്പോഴത്തേക്കും ബിന്ദു ചേച്ചി എൻ്റെ അടുത്ത് പറയണത് എൻ്റെ ബ്രദറിൻ്റെ ഓഫീസിൽ വിളിച്ചിട്ട് ഇതൊരു ബ്രദറിനൊക്കെ അറിയാം, കാരണം അവരൊക്കെ കണ്ടതല്ലേ നമ്മൾ പോണത് വരെ. അപ്പോൾ ഗൾഫിലേക്ക് അല്ലേ ഇതിൽ പരിപാടിക്കൊക്കെ പോകുമ്പോഴൊക്കെ എനിക്ക് ആ സമയമാണല്ലോ. മറ്റേ ആളും നാട്ടിലുണ്ടായിരുന്നു ലീവിന്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരെ വിളിച്ചിട്ടാണ് പറയണത് ഇതുപോലെ ഇങ്ങനെയാണ്. പിന്നെ എനിക്കൊരു കോള്, ഞാൻ സായികുമാറിൻ്റെ വൈഫിൻ്റെ അനിയത്തിയാണ്. അപ്പം ചോദിച്ചു എന്താ കാര്യം? അയാളുടെ സ്വത്ത് കണ്ടിട്ടാണോ അങ്ങനെ കണ്ടിട്ടാണോ? ഒരു ബന്ധമില്ല. നേരത്തെ സംശയം ഉണ്ടായിരുന്നു പല കാര്യങ്ങളിലും. പല കാര്യം ഇരുന്നിരിക്കാം. ഈ കാര്യത്തിൽ നല്ല പൊതുവെ അങ്ങനെ തന്നെ ഇരുന്നിരിക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് സുപ്രഭാതത്തിൽ തോന്നാനുള്ള കാര്യങ്ങളൊന്നും അത്ര അനുഭവങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നിരിക്കുമല്ലോ. അത് തീർച്ചയായിട്ടും ഉണ്ട്. ഈ നമ്മൾ തന്നെ മലന്ന് കിടന്ന് തുപ്പുന്നത് എന്തിനാന്ന് അത് നല്ല കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അവിടെയാണ് നാട്ടത്തിൽ അങ്ങനെ നാട്ടുകാരാണ് ഈ ആദ്യം ഇത് ഉണ്ടാക്കി തരുന്നവരാ. അങ്ങനെയാണ് ഞങ്ങളെ തമ്മിൽ പ്രേമം ആണെന്ന് പറഞ്ഞുണ്ടാക്കിയ ഇത് മുൻകൂട്ടി തീരുമാനിച്ചില്ല. പിന്നീട് വീട്ടിൽ വരണത് സൈച്ചന്റെ സിസ്റ്ററും ഹസ്ബൻഡും
ആണ് ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത്. ഞാൻ ഉണ്ടായിരുന്നില്ല അന്ന്. അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ ബ്രദറിനോട് സംസാരിച്ചു. എൻ്റെ നേരെ താഴ്ന്ന സിസ്റ്റർ കൊട്ടാരക്കര താമസിക്കുന്നത്. ഞാൻ ഒരു ദിവസം അമ്മയെ കാണാനായിട്ട് അവിടെ ചെന്നപ്പം, ശോഭയ അല്ലല്ല ബീന എന്ന് പറഞ്ഞിട്ട്, അപ്പം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്മ എൻ്റെ അടുത്ത് ചോദിച്ചു, മോനെ ഇങ്ങനൊരു സംഭവം കേൾക്കുന്നല്ലോ. ഞാനും കേൾക്കുന്നമ്മ, എന്താ അതിനകത്ത് അതിനകത്ത് എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ? ഞാൻ പറഞ്ഞു, ഇപ്പം അമ്മയടുത്ത് സംസാരിക്കുന്ന നിമിഷം വരെ ഇല്ല, ഇനി നാളെ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഈ നിമിഷം വരെ ഇല്ല. അമ്മ പറഞ്ഞു, അങ്ങനെ നീ കാരണം ഒരു പെണ്ണിന് ബുദ്ധിമുട്ടുണ്ടാവരുത്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവരുടെ അടുത്ത് നേരിട്ട് പോയി സംസാരിച്ച് അതെന്താണെന്ന് വെച്ചാൽ തീരുമാനം പറയണം, അല്ലാതെ വെറുതെ അവർക്കൊരു ബുദ്ധിമുട്ടാവരുത്. നിനക്കതെങ്ങനെ ഒത്തുത്തിരിച്ചങ്ങ് പോവാം, പക്ഷെ അവർക്ക് അങ്ങനെ അല്ല എന്നത്. അതിൻ്റെ ഇടയ്ക്കൂടെ അവർ കൊണ്ടുവന്ന് എനിക്ക് ഡിവോഴ്സിന് കൊടുത്തു. ഞാൻ ഈ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് അഡ്വക്കേറ്റാണ്. അപ്പോൾ ഞാൻ കൊട്ടാരയിൽ ചെന്നപ്പോൾ എനിക്ക് അയാളെ ഒന്ന് കാണേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അയാൾ ഈ ഫാമിലി കോർട്ടിൽ എന്തോ ആവശ്യത്തിന് പോയതാണ്. അപ്പോൾ അയാളുടെ ഓഫീസ് അന്വേഷിച്ച് പറഞ്ഞു ഇവിടെ ഉണ്ട് കേട്ടാന്ന് പറഞ്ഞു. അപ്പോൾ അത് തൊട്ടടുത്താണ് കൊട്ടാരക്കര. അപ്പോൾ ഞാൻ അവിടെ കയറിയിട്ട് ഞാൻ കൃഷ്ണകുമാറിനെ വിളിച്ചു. കൃഷ്ണകുമാർ ഇറങ്ങി വന്നു, കാര്യം സംസാരിച്ച് കൃഷ്ണകുമാർ എൻ്റെ വണ്ടിക്ക് കയറിപ്പോയി. ഇതാരോ പറഞ്ഞു കൊടുത്തു ഞാൻ ഫാമിലി കോർട്ടിലുണ്ട്, ഡിവോഴ്സിനെ കണ്ടാണെന്ന് തോന്നുന്നു. അത് വാർത്ത വന്നു. അപ്പോൾ അതിന് മുമ്പ് തന്നെ അവർ കൊടുത്തു. അത് കൊടുത്തിട്ട് ഒരു പേപ്പർ എനിക്ക് വരുമ്പോഴാണ് എനിക്ക് ഡിവോഴ്സിന് കത്ത് വരുന്നത് ഞാൻ അറിയുന്നത്. അപ്പം പിന്നെ അതങ്ങോട്ട് മുമ്പോട്ട് പോയപ്പോൾ ഞാൻ വെച്ചു, എന്നാൽ പിന്നെ ആയിക്കോട്ടെ. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ചില ഭിന്നതകൾ ഉണ്ടായിരുന്നു. ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങേക്ക് ഷൂട്ടിങ്ങിന് പോലും പറ്റാത്ത തരത്തിൽ അങ്ങേ ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടിട്ടുണ്ട്. ആ കഥയിലേക്ക് പറയണ്ട. അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. വെച്ചാൽ നമുക്ക് ഒന്നിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വയ്യാതെന്ന് പറയുന്നത്. നമ്മൾ ആ ഒരാളെ മൊത്തത്തിൽ കുറ്റപ്പെടുത്തിയിട്ട് ഞാൻ വളരെ പുണ്യവാളനാണെന്ന രീതിയിലല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. മനസ്സിലായി. മറ്റൊരാൾക്ക് ചിലപ്പോൾ അത് സ്വീകാര്യമായിരിക്കാം. പിന്നെ ഇതങ്ങ് പോയി ഡിവോഴ്സിലേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു, എന്നാൽ പിന്നെ നിങ്ങൾ പോയി സംസാരിക്കാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അളിയനും പെങ്ങളും പറഞ്ഞു ഞങ്ങൾ പോയി അവരുടെ വീട്ടിൽ സംസാരിക്കട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് സംസാരിക്കുന്നത്. അങ്ങനെ അവരുടെ വീട്ടിൽ അവരുടെ ബ്രദറും അമ്മയും ഇളയ ബ്രദർ ഉണ്ടായിരുന്നു, അവനുണ്ടായിരുന്നു, അവർക്ക് അജിയില്ല. അവരുടെ അടുത്ത് പോയി സംസാരിച്ചു. ഇങ്ങനെയാണ് ഡിവോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്യാണം കഴിച്ചു തരാൻ താല്പര്യമുണ്ടോ? അന്ന് വിജയന്റെ അമ്മയുണ്ട് ഞങ്ങളുടെ കൂടെ. ആണോ? എൻ്റെ കൂടെ ഉണ്ട്. വിജയന്റെ അമ്മ എന്നാ പറഞ്ഞു? അമ്മ പറയണത് എനിക്ക് സന്തോഷമായുള്ളൂ, എനിക്ക് സമാധാനത്തിൽ കണ്ണടിക്കുക, അങ്ങനെയൊക്കെ അമ്മ പറഞ്ഞത്. മോക്ക് എത്ര വയസ്സുണ്ടായിരുന്നപ്പോൾ? മോള് 1ാം ക്ലാസ് 2ാം ക്ലാസ് പഠിക്കുന്നു. അപ്പോൾ നിങ്ങളെ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുമ്പോൾ മോളുടെ കാര്യം എന്തെങ്കിലും കണ്ടീഷൻ വെച്ചില്ലേ? മോളെ നോക്കണം പറയേണ്ടി വന്നോ? എനിക്കങ്ങനെ പറയേണ്ടി വന്നിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടുമില്ല. ഞാൻ അവളോട് പറയണ്ട അവളെ നോക്കിക്കോണം. ഇപ്പൊ എല്ലാവരും അവളെ സത്യം പറഞ്ഞാൽ പലരും ഇത് സഹിച്ചിന്റെ മോളിൽ എൻ്റെ മോളെ വിശ്വസിക്കില്ല. അതാണ് എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം. ഒരുപക്ഷെ ഞാനാണെങ്കിൽ പോലും എനിക്ക് ഈ ഭാഗ്യം എന്ന് പറയുന്നത് അടുത്ത ട്രോള് വരും. അവനവന്റെ കൊച്ചിനെ കളഞ്ഞിട്ട് ഇപ്പം വല്ലവന്റെ കൊച്ചിനെ സന്തോഷം അല്ലെങ്കിലും പറയണില്ലേ, അതൊക്കെ നോക്കി ഞാൻ എൻ്റെ ഉള്ളിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് പോലും ചിലപ്പം വേറൊരാളുടെ മകളെ അത്ര അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നണില്ല. അപ്പം അക്കാര്യത്തിൽ ഞാൻ പറയും, എനിക്ക് ദൈവം അനുഗ്രഹിച്ചത് അവര് കല്ലുവായാലും അച്ഛനായാലും. ഇതിന്റെ ഇടയിൽ നിങ്ങൾ ഡിവോഴ്സ് നടത്തി വാർത്ത കേട്ടോ? നിങ്ങൾ രണ്ടുപേരും അവരാ നമ്മളെ എന്താണ് സംഭവിച്ചത്? അതൊരു ഇന്റർവ്യൂവില് ഈ ക്യാൻ മീഡിയ നമ്മുടെ നാനയിലുണ്ടായിരുന്ന സുരേഷ് എന്ന് പറയുന്നത്. അപ്പം സുരേഷ് ഒത്തിരി നാളുകൊണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ഇന്റർവ്യൂ ചോദിക്കുന്നുണ്ട്. ഞാൻ ഇതിനകത്ത് നിന്നൊക്കെ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോയി. അവസാനം അവൻ പിടിച്ചെന്നെ അങ്ങനെ വന്നു. ഇവിടെ വന്നിരുന്ന വർത്താനമൊക്കെ പറഞ്ഞു. ചേട്ടാ ഒരു ഇന്റർവ്യൂ കാര്യം ഞാൻ ആയിക്കോട്ടെ ഇന്ന ദിവസം പോരെന്ന് പറഞ്ഞു. വന്നു കാര്യങ്ങൾ സംസാരിച്ചപ്പം പഴയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞേ എനിക്കതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല. നമ്മുടെ ഒരു ഷെൽട്ടർ എന്ന് പറയുന്നത് നമ്മുടെ വീടാണ്. നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ട് കയറി വരുമ്പോൾ അവിടെ മനസ്സമാധാനവും സ്വസ്ഥതയും ഇല്ലെന്നുണ്ടെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. അതൊക്കെ കഴിഞ്ഞ കഥകളാണ്, അത് അടഞ്ഞ ചാപ്റ്ററാണ്. അതിനെ ഇനി ഓപ്പൺ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല, അതൊക്കെ വിട്ടുകളാ എന്ന് പറഞ്ഞു. അതിൻ്റെ ഹെഡിങ് വന്നത് മറ്റേ ഇത് വന്നിട്ട് സമാധാനമില്ല. ഞാനിപ്പോൾ പുതിയ വീട്ടിലേക്ക് എനിക്ക് സമാധാനമില്ല, ബിന്ദു പണിക്കരുമായിട്ട് വേർപിരിഞ്ഞു സായികുമാർ. ഓക്കെ, അങ്ങനെ പിരിഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ബെഡ്റൂമിൽ ഇരുന്നിട്ട് ഒരു ടി വിയിൽ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മോള് വന്നിട്ട് പറഞ്ഞു, ഹലോ ഗൈസ്, നിങ്ങൾ പിരിഞ്ഞു കേട്ടാ, നിങ്ങൾ ഡിവോഴ്സായിരുന്നു. അപ്പോൾ ഇവള് പറഞ്ഞു ഈ ക്ലൈമാക്സ് കഴിയട്ടെ. അങ്ങനെ ക്ലൈമാക്സ് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരിക്കലും പണ്ടെങ്ങാണ്ട് വിളിച്ചിട്ടുള്ളതും വിളിക്കാത്തവരുമായിട്ടൊക്കെ ഒരുപാട് ഫോൺ കോളുകൾ. ചേട്ടാ എവിടെയാ, ചേട്ടാ എന്ത് ചെയ്യുന്നു? അപ്പം എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, മാഞ്ഞൂര എന്ന് പറയും, അഡ്വക്കേറ്റാ ഹൈക്കോടതിയിൽ. മാഞ്ഞൂര എന്നെ വിളിച്ചിട്ട്, ചേട്ടാ
ഞാനാ എവിടെയാ? ഞാൻ എന്താ ചേട്ടാ എവിടെയാ, വീട്ടിലുണ്ടോ? ഞാൻ പറഞ്ഞു നീ ചോദിക്കാൻ വരുന്ന ആൾ ഏതാണ്ട് കൊഞ്ച് തീയൽ ഉണ്ടാക്കുന്നുണ്ട് അവിടെ. അടുക്കള ഇവിടെ കൊഞ്ചിൻ്റെ ഒരു തീയൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കൊഞ്ച് തീയൽ ഉണ്ടാക്കിട്ട് കൊടുക്കാന്ന് പറഞ്ഞ് കൊടുത്തു. ചേച്ചി എല്ലാവരോടും പറഞ്ഞപ്പോൾ ഞാനും ഞെട്ടിപ്പോയി ചേച്ചി എന്ന് പറഞ്ഞു. എത്ര പറഞ്ഞിട്ട് അവരാരും കേൾക്കണില്ല. പിന്നെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഈ ഡിവോഴ്സിലൊന്ന് ഒപ്പിടാൻ ഒരു സമയം എന്താ, എന്നാലല്ലേ എനിക്ക് ഒപ്പിടാൻ പറ്റുള്ളൂ, അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വിളിച്ചോ ഞാൻ പറയാം എന്ന് പറഞ്ഞു. അങ്ങനെ വെച്ച് അതായത് ചുരുക്കി പറഞ്ഞാൽ നാട്ടുകാരാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത്. അതെ, കഥകൾ ഉണ്ടാക്കുന്നതും കെട്ടിക്കുന്നതും ഡിവോഴ്സ് ചെയ്യിപ്പിക്കുന്നതും എല്ലാവരും തന്നെ. ഈ ഇത് മുൻകൂട്ടി ഞാനും ബിന്ദുവും കൂടെ പ്ലാൻ ചെയ്തിട്ടാണ് ബിജുവിനായിട്ട് പറഞ്ഞത്. അങ്ങനെ അല്ല അതും പറഞ്ഞു. അങ്ങനെയാണ് അത്. അപ്പം വളരെ നാളത്തെ ആ മോള് അപ്പം മുതൽ നിങ്ങളുടെ കൂടെ തന്നെയാണ് എപ്പോഴും. ഈ ഒരു വർഷം മാറി. എന്നിട്ട് ഞങ്ങൾ ഡിസംബറിൽ പോയി. ഡിസംബറിൽ പോയി ഒരു 1.5 മാസം അവിടെ നിന്നിട്ട് അങ്ങോട്ട് പോകും UK-യിൽ. അവളെ കോഴ്സ് പഠിക്കാൻ പോയി. അപ്പോൾ അവളെ കണ്ടിട്ട് കുറച്ചാണ് മാറിയിരുന്നിട്ടില്ല. അപ്പോൾ എന്നാ ഞാൻ പറഞ്ഞു നമുക്ക് അങ്ങോട്ട് പോകാം. അവളെന്തോ സിനിമയിൽ അഭിനയിക്കുന്ന വാർത്ത കഴിഞ്ഞ ദിവസങ്ങൾ വന്നായിരുന്നു. ഇങ്ങനെ ലോജിക് ഇതുപോലെ ജോഷി സാർ ലാലേട്ടനായിട്ടുള്ളൊരു നീണ്ടുപോകുന്നു. ചെമ്പൻ വിനോദിന്റെ ഒരു സ്ക്രിപ്റ്റില് ജോഷി സാർ ഇത് ലാൽ സാറിന്റെ മകളായിട്ട് മോളെയായിരുന്നു. ഇപ്പൊ അവളൊരു മോഡലിംഗ് ഉണ്ടോ? ഇല്ല, മോള് ഡാൻസറാണ് ശരിക്കും പറഞ്ഞാല്. അത് റീലൊക്കെ ചെയ്യലൊരു പതിവാണ്. ഇപ്പൊ ഇങ്ങനെ ഓരോ വർക്കിന് ഇങ്ങനെ വിളിക്കുന്നുണ്ട്, ഓരോ ആഡുകളൊക്കെ ചെയ്യുന്നുണ്ട്. ദുൽഖറിന്റെ കൂടെ ഒരെണ്ണം ചെയ്തു, ഇപ്പൊ ഫഹദിന്റെ കൂടെ ഒരെണ്ണം അങ്ങനെ ചെയ്യുന്നു. അങ്ങനെയുള്ള സംഭവങ്ങൾ സൂപ്പർ മോഡൽ ആവാം. എന്താണ് ഇപ്പൊ കഥകളൊക്കെ വന്ന് പറഞ്ഞോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് വന്ന് പറയുന്നുണ്ട്. പറയുന്നുണ്ട്, ഒരുപാട് പറയുന്നുണ്ട്. പിന്നെ ആൾക്ക് ഇഷ്ടമുള്ളത് പോലെ ഇഷ്ടമുള്ളത് താല്പര്യമുണ്ട്. നല്ല പണ്ടൊന്നും പറഞ്ഞിരുന്നില്ല, ഞങ്ങളും പറഞ്ഞിരുന്നില്ല. കാരണം പഠിക്കുന്ന 10ാം ക്ലാസ്സിലൊക്കെ വരുമ്പോൾ ഇങ്ങനെ വരുമായിരുന്നു. പക്ഷെ നമ്മളെ പഠനത്തിൽ ശ്രദ്ധ പോയാൽ പിന്നെ പോയില്ല. അപ്പം ആ സമയത്ത് സഹിച്ചിട്ടും ഒന്നും പറഞ്ഞിട്ടില്ല, ഞാനും ഒന്നും പറഞ്ഞിട്ടില്ല, മോളും പറഞ്ഞിട്ടില്ല. പിന്നെ ഇതൊക്കെ വന്ന് പഠിപ്പൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ എന്നാ ഒന്ന് ചെയ്ത് നോക്കിയാലോ എന്നുള്ളൊരു. ബിന്ദു പണിക്കർ നടി എങ്ങനെയാണ് ഹാസ്യ നടിയായി മാറിയത്? എങ്ങനെയാണ്? അയ്യോ, ഹാസ്യ നടിയായിട്ട് മാറുന്നുണ്ട്. എനിക്ക് ഹാസ്യമൊന്നും എൻ്റെ അടുത്ത് കൂടെ പോയിട്ടില്ല എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. ഞാൻ ആദ്യം ചെയ്യുന്ന സിനിമ ശ്രീകൃഷ്ണപുരത്ത് നക്ഷത്രത്തിളക്കാണ്. അത് ഇതുപോലെ ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് കോമഡി ചെയ്യാനൊന്നും അറിയില്ല, കയ്യിൽ നിന്നൊക്കെ ഇട്ട് വേണ്ടേ ചെയ്യാനുള്ളൊരു. ബിന്ദു സ്ക്രിപ്റ്റിലുള്ളത് ചെയ്താൽ മതി എന്നാണ് രാജസൻ സാറ് പറഞ്ഞത്. കൽപ്പന വിളിച്ച് ചെയ്യിച്ചൂടെ എന്നൊരു ചോദിച്ചു. എനിക്ക് ആരോ പറഞ്ഞു ചേച്ചി നല്ല കോമഡി സീനാണല്ലോ, സിനിമയാണല്ലോ. എനിക്ക് കോമഡി എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ട് പോകാൻ നിൽക്കുക. കൽപ്പനയെ പോലുള്ള ആരെങ്കിലും വിളിച്ച് അഭിനയിച്ചാൽ പോരെ, കയ്യിൽ നിന്നൊക്കെ ഇട്ട് പറയാറുണ്ട്. അപ്പോൾ സേനം വന്നത് ആര് പറഞ്ഞത് കോമഡി സിനിമയാണ്, ഇതിനകത്ത് എഴുതി വെച്ചേക്കെന്ന് അങ്ങ് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ എഴുതി വെച്ചേക്കെന്ന് പറഞ്ഞാൽ സിനിമ പോയി ചെയ്യും വരുന്നല്ലാതെ ഒരു പ്രാവശ്യം ഒരു ദിവസം ആ ഒരു ആർട്ടിസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാക്കി ഭവിഷ്യത്തുകളെ കുറിച്ചൊന്നും എനിക്ക് അത്ര ഇതില്ല. നമ്മൾ പോവുക വരിക അഭിനയിക്കുക അത്രയൊക്കെ ഉള്ളൂ. അപ്പം അങ്ങനെ കഴിഞ്ഞു. ഞാൻ ഈ സിനിമ റിലീസായപ്പോൾ അതും അങ്ങനെ ഓടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ TV-യിൽ വന്നപ്പോഴാണ് എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടമായതൊക്കെ, ശ്രീകൃഷ്ണപുരത്ത് നക്ഷത്രം. പക്ഷെ എനിക്ക് അമ്പിളിച്ചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ അമ്പിളിച്ചേട്ടൻ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല, ഓൺ ദ സ്പോട്ടിലായിരിക്കും വരണേ. റിഹേഴ്സലിലൊന്നും വരാത്തതായിരിക്കും ചിലപ്പോൾ ടേക്കിൽ വരുന്നത്. എന്തും പ്രതീക്ഷിച്ചുള്ള നമ്മൾ അദ്ദേഹം തന്നെയാണ് സ്ക്രിപ്റ്റ് പോലെ ഇടുന്നത്. സ്ക്രിപ്റ്റിനകത്ത് ഉള്ളത് എഴുതും. എഴുതുന്നതിന്റെ കൂട്ടത്തില് നമ്മുടെ തപ്പ അങ്ങനെ പറയില്ല. അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു സാധനം കൂടെ ഇട്ടിട്ടങ്ങ് ഫില്ല് ചെയ്യും. നമ്മള് തകർന്നു പോകും. അപ്പൊ അത് കൂടുതൽ നന്നാവും. എനിക്ക് പേര് അമ്പിളിച്ചേട്ടനായതാണ് എനിക്ക് കൂടുതലും നമുക്ക് സേഫാണ്. അതെങ്ങനെ അങ്ങനെ ഫീൽ ചെയ്യാൻ കാരണം ഞാനിപ്പോ അതിൽ എന്നെ പിടിച്ച് പുറത്താക്കുന്നുണ്ട്. പുറത്തേക്ക് ഇട്ട് തലേണയും പായൊക്കെ വലിച്ചെറിഞ്ഞിട്ട് കടന്നു പൊടിയെന്ന് പറയുന്നത്. പക്ഷെ റിഹേഴ്സലിലൊക്കെ അങ്ങനെ ആയിരിക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്നെ തള്ളിയിട്ട് തൂണിലിങ്ങനെ വന്ന് ചെയ്യുന്നപ്പോൾ അമ്പിളിച്ചേട്ടൻ പറയും പൊടി ബ്രിട്ടീഷുകാരി എന്ന് വിളിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിലേക്ക് ബ്രിട്ടീഷുകാരിയൊക്കെ ആ സമയത്ത് വന്നതാണ് അമ്പിളിച്ചേട്ടൻ. എനിക്കങ്ങോട്ട് ചിരിയാണ്, സത്യത്തിൽ ഞാൻ ചിരിക്കാണ് ചെയ്തത്, അറിയല്ല. ഷോൾഡർ ഉണ്ടാവും കരയാണ്. അപ്പൊ അതിൽ എക്സ്പ്രഷനൊക്കെ വരുമ്പോഴേ നമുക്ക് തന്നെ അറിയാതെ വരും. അമ്പിളിച്ചേട്ടൻ കൂടെ ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റുമോ അത്രത്തോളം ഇങ്ങനെ പറയാം നമുക്ക്. ഞാൻ ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറയും. ഈ ഏഴര പൊന്നാന എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് തിലകൻ ചേട്ടൻ്റെ ഒറിജിനൽ മോൻ ഞാനാണെന്ന്, അതല്ല ജയറാം ചെയ്യുന്ന ക്യാരക്ടർ ഞാനാണെന്നുള്ള വ്യാജേനയാണ് അവിടെ വരുന്നത്. അപ്പോൾ എനിക്കിവിടെ ഒരു ഷെൽട്ടർ വേണം. അപ്പം ഈ ജഗതി ചേട്ടൻ്റെ വീട്ടിൽ നമുക്ക് നിൽക്കാം എന്നുള്ളതാണ് നമ്മുടെ ഒരു ഉദ്ദേശം. അവിടെ പുള്ളി മാത്രമേ ഉള്ളൂ. അപ്പം പുള്ളിയുടെ
മുൻപലത്തെ അച്ഛൻ്റെ ബന്ധത്തിലൊരു മോനുണ്ട്. അത് ഇയാളാണെന്ന് ചായക്കടയിൽ നിന്നിട്ട് പറഞ്ഞു കൊടുക്കും. നിൻ്റെ വീട്ടിൽ ഒരുത്തം വന്നിരിക്കുന്നു, മറ്റേ ആ രണ്ടാമത്തെ സംഭവത്തിൻ്റെ മോനാണെന്നാണ് തോന്നുന്നത്. കണ്ടിട്ട് എൻ്റെ അച്ഛൻ്റെ അതേ ഷേപ്പൊക്കെ തോന്നുന്നുണ്ട്. വീടിലെ പത്തി എടുത്തു പോയി കൊത്താതെ അടങ്ങില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഇറങ്ങി വന്നു. അപ്പം ഒരു കുറച്ച് ദൂരമുണ്ട് അങ്ങനെ നിൽക്കുന്ന ഈ കോൾഡോറിന് അത്ര ഉണ്ടാവുമെന്ന് വെച്ചോളൂ. ഞാൻ അവിടെ ഇങ്ങനെ കുനിഞ്ഞിങ്ങനെ ഇരിക്കുക. അമ്പലച്ചേട്ടൻ ഗേറ്റൊക്കെ ചവിട്ടി തുറന്നിട്ട് ഇങ്ങനെ നേരെ അടുത്ത് വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ഓരത്ത് ഇങ്ങനെ നോക്കുമ്പോൾ അമ്പലച്ചേട്ടൻ നിൽപ്പുണ്ട്. ചിരിച്ചെൻ്റെ തുളസി കിടന്നുണ്ട്. ഫിലിമാണേ. ഒരു 200 അടിയെങ്കിലും ഉണ്ടാവും ആ ഷോട്ട്. അവസാനം ഞാൻ ഇവിടെ ഇങ്ങനെ ഈ നുള്ളി ഇങ്ങനെ വെച്ച് പിച്ച് ഇങ്ങനെ വെച്ചിട്ടാണ് അമ്പലച്ചേട്ടന്മാർ അടുത്തത് അതല്ല വേറെ എന്തോ ഒരു സാധനം. എൻ്റെ അമ്മജി എന്നൊക്കെ പറഞ്ഞ് മുഖത്ത് വരും ബിന്ദു, നേരെ മുമ്പിൽ വരും മുഖം. എന്നിട്ട് ഞാൻ ഇങ്ങനെ നോക്കിയാൽ നിന്നു. ഷോട്ട് കഴിഞ്ഞ് ഞാൻ വിട്ടു. ഇത് കണ്ടോ നിങ്ങൾ? നീലിച്ചു പോയി. ഈ ഫിലിമല്ലേ പോകുന്നത്, ഇപ്പോഴത്തെ പോലെ അല്ലല്ലോ. അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അത് മാത്രമല്ല, ചിലപ്പോൾ നമ്മളിത് പറയും, അതല്ല ഇതല്ലേ അതിൻ്റെ ആവശ്യം. കറക്റ്റായിരിക്കും. നമ്മളും തിരുത്താനും സഹായിക്കാനും നിൽക്കും. നമ്മളടുത്ത് പറയും എങ്ങനെ പുള്ളിക്കൊരു ഇൻട്രസ്റ്റ് തോന്നണം. അതായത് ഇവനെ കൊണ്ട് ചെയ്യും, ഇവൻ ചെയ്യും, ഇവന് ചെയ്യാം എന്നുണ്ടെങ്കിൽ പറയും. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, വലിയ വലിയ ആൾക്കാരുടെ കൂടെ അഭിനയിക്കുമ്പോൾ നമ്മൾ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ചെന്തേട്ടാ ഒരു അത്രയും ഡയലോഗിൻ്റെ ഇടയ്ക്ക് ഒരു 3-4 സ്ഥലത്ത് നമ്മൾ നമ്മുടേതായിട്ടുള്ള നമ്പർ ഇട്ട് വെക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ട് ആദ്യത്തെ നമ്പർ ഇറക്കുമ്പോൾ അവരൊന്ന് പതറും, അവർ കട്ട് പറയും. അപ്പം അടുത്തത് ആ സ്ഥാനത്ത് അവരിടാനായിട്ട് അവർ നമ്പർ കണ്ടുവയ്ക്കും. ആ സ്ഥലത്ത് നമ്മൾ ഇടരുത്, ഇപ്പുറത്തെ സ്ഥലത്ത് ഇടണം. അപ്പോൾ അവർ വീണ്ടും പതറും. ആ പതർച്ച 3 വട്ടം ആകുമ്പോൾ 4ാമത്തെ വട്ടം പതറാൻ പറ്റില്ല. കാരണം വെച്ചാൽ വലിയ ആൾക്കാരല്ലേ, ഇത്ര ടേക്കായെന്ന് പറഞ്ഞാൽ നാണക്കേടാണ്. അപ്പോൾ അതിൻ്റെ പേര് ഇത് അംഗീകരിക്കും. 4ാമത്തെ ടേക്കിന് നീ അലക്കനിയാ, അത് തന്നെ ഉപദേശമാണ്. ഞാൻ ഞെട്ടി സരിച്ചു. കാരണം അങ്ങനെയാണ്. മാനേജ്മെന്റ് വിദഗ്ധരാ, MBA ക്ലാസ് എടുപ്പിക്കുന്നത്. അതായത് അമ്പലച്ചേട്ടൻ പറഞ്ഞ എത്രയോ ഹീറോസിനെ കണ്ടേക്കുന്നു, വന്നേക്കുന്നു, പോയേക്കുന്നു. സത്യമാഷ് മുതൽ നസീർ സാറ് മുതൽ ഇവിടെ വരെ എത്ര എണ്ണം വന്നു പോയി. നമ്മളിപ്പോഴും ഇവിടെ ഉണ്ടനിയാ. ഈ അനിയ എന്നുള്ള വിളി എല്ലാ തിരുവനന്തപുരത്ത് ഉള്ള സ്റ്റൈല് പോലെയാണ് എപ്പോഴും അനിയ എന്ന് വിളിക്കുള്ളൂ. അത് ചിലപ്പോൾ ആക്കി അനിയാന്ന് വിളിക്കും, അനിയ വിളിക്കും. തിരുത്തി തന്നിട്ടുണ്ടോ? എനിക്ക് സീനൊക്കെ ചെയ്യുമ്പോൾ അമ്പലച്ചേട്ടൻ തന്നെ പറയാം അതിനെ എത്രത്തോളം നന്നാക്കാന്നൊക്കെ ഉള്ളത് പറഞ്ഞു. നല്ലത് നമുക്ക് ഇതിടാൻ ബിന്ദു പറയുമ്പോൾ ഞാനത് പറയുമ്പോൾ ഞാനിങ്ങനെ ചെയ്യുവേ അപ്പം അങ്ങനെ പറയും. അത് അമ്പലച്ചേട്ടൻ നല്ല കേട്ടോ. പൊതുവേ നമ്മുടെ മലയാളത്തിലുള്ള ആർട്ടിസ്റ്റുകളിലെ ഞാനത് കണ്ടിട്ടുള്ളൂ. ഈ തെലുങ്ക്, തമിഴ് അവിടെ നിന്നും ഡയറക്ടർ പറയുന്നതല്ലാതെ വേറെ കയ്യിൽ നിന്ന് വേറെ സംഭവമൊന്നുമില്ല. നമ്മൾ മാത്രമേ ഉള്ളൂ പരസ്പരം ഇങ്ങനെ അങ്ങനെ. അതേപോലെ തന്നെ നമ്മളുടെ മലയാളത്തിലുള്ള ആർട്ടിസ്റ്റുകൾ മറ്റു ഭാഷയിലോട്ട് ചെന്ന് അവിടെ ഉള്ളവർക്ക് നമ്മളെ ഒരു പേടിയുണ്ട്, ബഹുമാനവും കൂടുതലാണ്. പേടിയാണ്, ഇവൻ ആരൊക്കെ കൊണ്ട് പോകുമോ ആ സാധനം കൊണ്ടെന്നുള്ളത്. സത്യമാണ്, കൊണ്ടുപോകും. കാരണം ഭാഷ മലയാളത്തിക്ക് ഒരു പ്രശ്നമല്ല, അവർക്കാണ് മലയാളം പറയാൻ പ്രശ്നം. നമ്മളെവിടെ ചെന്നാലും നമുക്ക് എന്തും പറയാം. അങ്ങനെയൊക്കെയുള്ളൊരു അതെ. നമുക്കൊക്കെ നമ്മുടെയൊക്കെ മുമ്പിലുള്ള ആൾക്കാരുടെ അഭിനയങ്ങൾ കണ്ടുവരുമ്പോഴത്തേക്ക് ഇപ്പം ഉള്ള ന്യൂ ജനറേഷൻ പറയാനുണ്ട് ഞങ്ങൾ ബിഹേവ് ചെയ്യാറേ ഉള്ളൂ എന്ന്. പണ്ട് ബഹദൂർക്ക് എടുത്ത് നോക്കിയേ, ബിഹേവ് ചെയ്യല്ലായിരുന്നോ? സത്യമാഷിനെ എടുത്ത് നോക്കിയേ, ബിഹേവ് ചെയ്യല്ലായിരുന്നോ? കൊട്ടായ സേനറെ എടുത്ത് നോക്കി, ബിഹേവ് ചെയ്യല്ലായിരുന്നു? ജോസ് പ്രകാശിനെ എടുത്ത് അദ്ദേഹം ബിഹേവ് ചെയ്യായിരുന്നു. ശങ്കരാടി ചേട്ടൻ ബിഹേവ് ചെയ്യല്ലായിരുന്നു. അവരൊന്നും അഭിനയിച്ചിട്ടില്ല, അവരൊക്കെ ബിഹേവ് ചെയ്തതാണ്. അതിന് ശേഷം വന്ന ആൾക്കാരാണ് അഭിനയിക്കാൻ, എന്ന് വെച്ചാൽ അവിടെ വരെ എത്തൂല്ല. അപ്പോൾ പിന്നെ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് സർവ്വം എടുത്തിട്ട് അഭിനയിച്ചിട്ട് ചളവായി പോയത്. ഞാൻ മൊത്തത്തിൽ അത് കഴിഞ്ഞപ്പോൾ നമ്മളിപ്പം കലാഭവൻ മണിയുടെ കാര്യം, അദ്ദേഹത്തിൻ്റെ അകാലത്തുള്ള മരണമുണ്ടല്ലോ, അത് സത്യത്തിൽ എന്ത് സംഭവം? നിങ്ങളുമായിട്ടുള്ള എങ്ങനെയായിരുന്നു ബന്ധം? എങ്ങനെയായിരുന്നു? ഞാനുമായിട്ട് നല്ല ബന്ധമായിരുന്നു, വളരെ ബന്ധമായിരുന്നു. ബിന്ദുവായിട്ടും വളരെ അടുപ്പമായിരുന്നു.
നിങ്ങൾ കുഞ്ഞിക്കൂനല്ലായിരുന്നോ? ഇല്ല, സല്ലാപത്തിൽ അതിലാണല്ലോ ആദ്യം അഭിനയിക്കണേ. എനിക്ക് അതറിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ സാമൂഹ്യ ഏതോ ഒരു പടം ദിലീപും മണിയും കൂടെ ആയിട്ടുള്ളതുണ്ട്. പിന്നെ അല്ലാതെയും മണിയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ദിലീപ്, മണി ഇവരൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പുള്ളിക്ക് എന്ത് പറ്റി? അതിനു മുമ്പ് ഞങ്ങൾ തമ്മിൽ ഇതായതിനു ശേഷം ബിന്ദുവിൻ്റെ അടുത്ത് കൊണ്ടുപോയില്ലായിരുന്നു. ആണോ? അതെന്ത് പറ്റി എന്നുള്ളതാണ് ഞാൻ ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ബിന്ദു എൻ്റെ അടുത്ത് പറഞ്ഞു അതെന്ത് മിണ്ടാത്തത്. എൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ എന്ന് പറയും. ബിന്ദുവിനെ കണ്ട ഭാവം ഉണ്ടായിരിക്കാതെ പോകും. ആണോ? ഞാൻ ചോദിച്ച പോലെ ചോദിച്ചു, മൗനമായി അവൻ നിന്നെ പ്രേമിച്ചിരുന്നോ ബിന്ദു? കഷ്ടം, അങ്ങനെയൊന്നുമില്ല കേട്ടോ. എന്താന്നറിയില്ല, ഭയങ്കര കൂട്ടമൊക്കെ ആയിരുന്നു. പക്ഷെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മുടെ ഇത് വന്നപ്പോൾ ഒരു ആരെങ്കിലും വിളിച്ചിട്ട് പറഞ്ഞു കാണും ഇങ്ങനെ ആയിപ്പോയി അങ്ങനെ ആയിപ്പോയി എന്ന് പറഞ്ഞാണ്. അതിനായിരിക്കും പിന്നെ മരിക്കണവരെ വേണ്ടിയിട്ട് മരിക്കണവരെന്ന് പറഞ്ഞാൽ ആ സമയങ്ങളിലാണല്ലോ ഒരു ഷോയ്ക്ക് പോകുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഉള്ള ഷോ തന്നെയാണ്, സ്കിറ്റാണ്. പക്ഷെ അതിൽ പോലും നമുക്ക് ഭയങ്കര ഇതല്ലേ മിണ്ടാതിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ. അപ്പം എന്താണെന്ന് ഞാൻ ചോദിക്കാൻ, എന്താ വേണി മിണ്ടാത്തത് ഞാനും ചോദിക്കാൻ പോയില്ല. കാരണം അങ്ങനെ കണ്ടപ്പോൾ എനിക്കൊരു വിഷമായി സ്വാഭാവികമായിട്ടും. കാരണം എൻ്റെ കൂടെ നിൽക്കണ ഏട്ടനോടും മിണ്ടണോ എന്നോടും മിണ്ടണില്ല. അപ്പം പിന്നെ എന്താ പറ്റിയെന്ന് ചർച്ച ചെയ്ത് തിരുത്താൻ നമ്മൾ ശ്രമിച്ചില്ല. ഇല്ല, എനിക്ക് അങ്ങനെ ഞങ്ങൾ ഒന്ന് രണ്ട് അങ്ങനെയല്ലേ കാണുന്നുള്ളൂ. ഇപ്പം എൻ്റെ കൂടെ നിൽക്കണ ഞാൻ സബിത അനന്ത് എന്ന് പറഞ്ഞിട്ട് ഉള്ള ആർട്ടിസ്റ്റ്, അവര് ഞാനും ഇതുപോലെ ബിന്ദുവിന്റെ കൂടെ അഭിനയിച്ചതിനേക്കാൾ കൂടുതൽ മണി അഭിനയിച്ചേക്കുന്നത് എൻ്റെ കൂടെയാണ്. ഒരേപോലെ ഇല്ല, ഒന്നും ചോദിക്കാതെ ഒരു സുപ്രഭാതത്തിൽ ഒരാൾ മിണ്ടാതിരിക്കുമ്പോൾ പെട്ടെന്ന്, അങ്ങനെ എപ്പോഴും കാണുന്ന ആളോ എപ്പോഴും വിളിക്കുന്ന ആളൊന്നുമല്ല. ഈ കാർഗിൽ നിന്ന് വിളിച്ച വിളി ചോദ്യം അല്ലാതെ പിന്നെ സിനിമാ ഫീൽഡ് ഉണ്ടായിട്ടില്ല, ആരും ഞങ്ങളെ വിളിച്ച് ചോദിച്ചിട്ടില്ല. കല്യാണ വാർത്ത വരുമ്പോഴോ? അല്ല, എൻ്റെ വീട്ടുകാരെ ഒന്നും ഇവിടെ സംസാരിച്ച ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ ഒന്നിച്ചാ പോകുള്ളൂ. ഇതല്ല, ഇതെൻ്റെ സിസ്റ്ററാണ്, സിസ്റ്ററിന്റെ സ്ഥാനത്താണ് ഞാൻ ഉണ്ടാക്കുന്നത് എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പിന്നെ അമ്മയുടെ മീറ്റിംഗ് ആയാലും എന്തായാലും കല്യാണം ലീഗലി കഴിയുന്നതിന് മുമ്പും ഞങ്ങൾ ഒരുമിച്ച് തന്നെ പോണതും വരണതൊക്കെ. അപ്പോൾ പെട്ടെന്നൊരു ഭാഗത്ത് ഇതുപോലെ ഗൾഫ് ഷോയ്ക്ക് ഇതിനെ പോകാമെന്ന് കരുതി ഏട്ടൻ്റെ അടുത്ത് മിണ്ടി, എൻ്റെ അടുത്ത് മിണ്ടിയില്ല. പിന്നെ ഒരുമിച്ചൊരു സിനിമ ചെയ്യുമ്പോൾ ഞാനും സബിതാനന്ദ ഇവിടെ നിൽക്കുന്നത്, ഞങ്ങൾ ഫേസ് ടു ഫേസ് ആണ് വേണ്ടത്. നോക്കില്ല, ഏട്ടനുണ്ട് ആ പടത്തിൽ. പക്ഷേ എന്നൊക്കെ എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു. കാരണം എന്താ ഇങ്ങനെ ഒരാൾ ചെയ്യണമെന്നുള്ള, എൻ്റെ നേരെ നോക്കൂല, ഇവരോട് സംസാരിക്കും നേരെ നിന്നുകൊണ്ട്. അപ്പം അതൊക്കെ ഭയങ്കര നമുക്കൊരു സിനിമാ ഫീൽഡിൽ. അങ്ങനെ നിങ്ങളുടെ വിവാഹത്തിന് ശേഷം അങ്ങനെ എന്തെങ്കിലും പിന്നീട് എന്തെങ്കിലും ആരെങ്കിലും അനിഷ്ടം പ്രകടിപ്പിക്കുക അങ്ങനൊന്നും ചെയ്തിട്ട് ഉണ്ടായിരിക്കും, നമ്മളറിയില്ലല്ലോ, പറയില്ലല്ലോ. ബിന്ദുവിനോട് വീണ്ടും ഒരു കാര്യം, ഈ തമാശ ഹാസ്യ സിനിമ യാതൊരുച്ചായിട്ട് ചെന്ന് പെട്ടതാണല്ലോ. പിന്നെ അതെങ്ങനെ അതങ്ങോട്ട് ഒരു ബിന്ദുവിൻ്റെ ഒരു ലോകം സൃഷ്ടിച്ചതും ബിന്ദുവിൻ്റെ ഒരു ഭാഷ സൃഷ്ടിച്ചതും. ബിന്ദുവിൻ്റെ ഒരു ഭാഷ മലയാളികൾക്ക് ഇപ്പം ജഗതിയുടെ ഒരു ഭാഷ എന്ന് പറയുന്ന പോലെ തന്നെ ബിന്ദുവിൻ്റെ ഒരു ടോണും സ്റ്റൈലും ഒക്കെ മലയാളികൾക്ക് സ്വീകരിച്ച് അതെങ്ങനെ അവിടെ എത്തപ്പെട്ടതാണ്? അതെനിക്ക് അറിഞ്ഞൂടട്ടെ, കാരണം അതെനിക്ക് ഇപ്പോഴും അറിയില്ല. ഇപ്പം എനിക്ക് ഇടക്കാലത്തൊരു റെസ്റ്റൊക്കെ കിട്ടിയപ്പം സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ആ യാത്ര ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണേ. എനിക്കത് ഞാൻ അങ്ങനെ വന്നു ചേർന്നാണ്, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ ക്യാരക്ടറിലൂടെ ഞാനങ്ങ് പോയിന്നേ ഉള്ളൂ. അല്ല, എനിക്കങ്ങനെ പെട്ടെന്ന് അങ്ങനെ തന്നെ ഒരു ഭാഷയുണ്ടോയെന്ന് പോലും അറിയില്ല. പിന്നെ എടാ സുരേഷ് എന്നൊക്കെ വിളിച്ച് മിമിക്രി ഇതൊക്കെ കാണിക്കുമ്പോൾ ഞാൻ ഏട്ടനോട് കേട്ടെ ഞാൻ അങ്ങനെയാണോ സംസാരിക്കണേന്ന് ചോദിക്കും, ഇതുപോലെ നീട്ടി കുറിച്ചിട്ട്. പക്ഷെ ക്യാരക്ടേഴ്സ് ചെയ്തു പോയി എന്നുള്ളതേ ഉള്ളൂ. എനിക്കും ഒരു വഴി കൂടെ സിനിമ, ഒരു വഴി കൂടെ ജീവിതം ഇങ്ങനെ കടന്നുപോയി. സത്യം പറഞ്ഞാൽ ആ സമയങ്ങളിലെ പ്രായങ്ങളോ ജീവിതത്തിൽ സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു പോയി എന്ന് മാത്രം. അവസാനം കുറച്ചു കാലം റെസ്റ്റ് കിട്ടിയിരിക്കുമ്പോൾ ഞാൻ എൻ്റെ പഴയ പടങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ഇന്ന വയസ്സിൽ ഇത്രയും സിനിമകളൊക്കെ കടന്നുപോയി എന്നൊക്കെയുള്ള എനിക്കങ്ങനെ ഒരു തിരിഞ്ഞു നോക്കുമ്പോഴാണ് നമ്മൾ അപ്പം ജോലി ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ള ശൈലി എങ്ങനെ വന്നു അതെനിക്കറിയില്ല. ഇപ്പോൾ ചെറുതിലെ ഞങ്ങൾ പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അമ്മ കോഴിക്കോട്, അച്ഛൻ വടകരിക്കണം, അവർക്ക് ആ ഭാഷകളൊക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ കൊച്ചിയിലുമാണ്. അപ്പോൾ എപ്പോഴും പഠിക്കുന്ന സമയത്തെ ബാബുവേട്ടനും, ബാബുരാജ് എന്നാണ് പേര്, ഏട്ടൻ്റെ പേര്, ബാബുവേട്ടനും അനിയനൊക്കെ ഉണ്ടെങ്കിൽ ടീച്ചേഴ്സ് എപ്പോഴും പറയും നിനക്ക് മാത്രം എന്താ ഒരു പ്രത്യേക ശൈലി എന്ന് ചോദിക്കും. അതെനിക്കറിയില്ല. ഞാൻ എൻ്റെ തന്നെ ബിന്ദുവിൻ്റെ തന്നെയാണ് സംസാരിക്കുക എപ്പോഴും. കാരണം ബിന്ദുവിൻ്റെ ബുക്ക്, ബിന്ദുവിൻ്റെ ചായ എവിടെ, ബിന്ദുവിൻ്റെ അങ്ങനെയാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ സ്കൂളിൽ ടീച്ചേഴ്സ് ചോദിക്കും ഇതാരുടെ, ഇത് ബിന്ദുവിൻ്റെ കോമ്പസിഷൻ ബുക്കാണോ എന്നൊക്കെ ചോദിക്കും. അതെനിക്ക് സിനിമയിൽ വന്ന് കുറച്ച് നാളെ ഞാൻ മനഃപൂർവ്വം അത് മാറ്റി കൊണ്ടുപോകും. പറയും ഇത് ബിന്ദുവിൻ്റെയാണേ, അത് പെട്ടെന്ന് സ്വാഭാവികമായിട്ട് അങ്ങനെ വരും. പിന്നെ ഞാൻ നോക്കുമ്പം പിന്നെ കുറച്ച് നാൾ ഞാൻ എൻ്റെ അങ്കിളിൻ്റെ ആൻറ്റിയുടെ കൂടെ ഒറ്റപ്പാലത്ത് ഇരിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെയാണോ എന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്ക്
എന്തോ അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടെന്നുള്ളതൊക്കെ പിന്നെ ഈ കൊച്ചി ഭാഷയല്ല, കോഴിക്കോടും ആ ഭാഷയല്ല, ഒരു വള്ളുവനാടൻ ഭാഷയുടെ ഒരു സമ്പ്രദായം എല്ലാം കൂടെ ചേർന്ന്. പക്ഷെ ബിന്ദുവിന്റെ ഭാഷ, ഈ ബിന്ദുവിന്റെ ബുക്ക് എന്ന് പറയുന്ന മാതിരി അത് ബിന്ദുവിന്റെ ഭാഷയാണ്, ആളുകൾക്ക് ഇത് ഇഷ്ടമായി. അതെ. അപ്പൊ ഇവര് അതിൻ്റെ അകത്തൊരു ഹാസ്യമുണ്ട് ആ ശൈലിക്കകത്ത്. ഇവള് ഒരുപാട് വായിക്കുന്ന കൂട്ടത്തിലാണ്, ഈ റീഡിങ് ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അത് കുറച്ച് എടുത്താൽ പൊങ്ങാത്തതാണെങ്കിൽ അത്രയും സന്തോഷമാണ്. അപ്പം അല്ല, എനിക്ക് കൂടുതലും പണ്ട് MT സാറിൻ്റെ ബുക്സ്, അങ്ങനെ ഒരുപാട് ബുക്സുകൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലെ കഥാപാത്രങ്ങളൊക്കെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിയില്ല. വള്ളുവനാട് ഭാഷ എങ്ങനെ വന്നു എന്നൊന്നും എനിക്കറിയില്ല. 2 വർഷം മാത്രം എൻ്റെ അങ്കിളുടെ ആൻറ്റീനും കൂടെ ഞാൻ ഒറ്റപ്പാലം ഉണ്ടായിരുന്നു. അടിസ്ഥാനപരമായി തമാശക്കാരിയല്ല. അല്ല, ഒരിക്കലും അല്ല. ഒരിക്കലും എനിക്ക് തമാശ ഇഷ്ടമാണ്. മറ്റുള്ളവർ പറയുമ്പോൾ ചിരിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്. അല്ലാതെ എനിക്കൊരാളെയും ചിരിപ്പിക്കാൻ ഇന്നൊരു ഇതിൽ എനിക്ക് തോന്നുന്നു കൽപ്പന ചേച്ചിയൊക്കെയാണ് ഞാൻ കൂടെ ഇരുന്ന് അവർ ചിരിക്കും. അത് തമാശ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ചിരി കേൾക്കാറുള്ളത് എൻ്റെ ആയിരിക്കും. കൽപ്പന സെറ്റിലൊക്കെ തമാശ പറയാറുണ്ട്. പിന്നെ കൽപ്പന ചേച്ചി ചിരിക്കാതെയാണല്ലോ പറയണത്. എന്നെ മൊണ്ണാന്നാ വിളിക്കുക. ഞാൻ കല്യാണം കഴിഞ്ഞിട്ടാണ് ആദ്യമായിട്ട് ഗൾഫ് ഷോയ്ക്ക് പോണത്. ഗൾഫ് ഷോയ്ക്ക് ഞങ്ങൾ എയർപോർട്ടിൽ ചെന്നിറങ്ങിയതേ ഓർമ്മയുള്ളൂ. ശ്രീകൃഷ്ണപുരത്ത് നക്ഷത്രത്തിലൊക്കെ എന്നെ എല്ലാവരും കൂടി അങ്ങോട്ട് പൊതിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് കുറേ പേരെ അധികം കണ്ടാൽ എനിക്ക് ടെൻഷനാണ്. അപ്പം ഞാൻ നേരെ വിജുവിൻ്റെ പുറകിൽ ഇങ്ങനെ ഒളിച്ചിങ്ങനെ. അപ്പം എന്നിട്ട് എന്തൊക്കെയോ ചോദിക്കും. ഞങ്ങളൊക്കെ ഭയങ്കര ഫാൻ. അപ്പോൾ അവർ വിചാരിക്കുന്ന കൽപ്പന ചേച്ചിയെ പോലെ ഒരുപാട് സംസാരിക്കും എന്നൊക്കെയാണ്. അപ്പോൾ കൽപ്പന ചേച്ചി ഇതിപ്പം ദൈവം ചെയ്ത് അതിനെ വെറുതെ വിട്ടേക്ക് ഞാൻ പറയാം നിങ്ങൾക്ക് സമാധാനം എന്നൊക്കെ പറഞ്ഞു വരും. അപ്പോൾ എന്നെ എപ്പോഴും പറയും മൊണ്ണയാണെന്ന് പറയും. ചേച്ചി പറയണതെല്ലാം ഭയങ്കര തമാശയായിരുന്നു. കൂടെ ഇരുന്ന് കുറേ ചിരിക്കും. ഫീൽഡിൽ ആരാ കൂട്ടുകാർ? എനിക്ക് ഈ പറഞ്ഞ പോലെ അതെങ്ങനെ ഒത്തു വന്നെന്ന് എനിക്ക് അറിഞ്ഞൂടെ. എനിക്ക് എല്ലാവരും കൂട്ടുകാരാണ്. എന്നാൽ എല്ലാവരും ഭയങ്കര ഇൻറ്റിമേറ്റ് അങ്ങനെ ആരുമില്ല. ഈ മനസ്സ് തുറക്കാൻ പറ്റുന്ന ആരുമില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം നമ്മളെപ്പോലെ മനസ്സ് തുറന്ന് പറയാൻ പറ്റുന്ന ആൾക്കാരെ ചിലപ്പോൾ നമ്മുടെ അനുഭവത്തിൽ നമ്മൾ അങ്ങനെ പറയുന്നതിനെ തെറ്റായി എടുക്കുകയും തെറ്റായി പറയുകയും ചെയ്യുമ്പോൾ നമ്മൾ കഴിയുന്നതും മിണ്ടാതിരിക്കുകയല്ലേ നല്ലത്. അങ്ങനെ എല്ലാവരും നമ്മൾ പറയുന്നത് അത് സത്യസന്ധമായിട്ട് ഉൾക്കൊള്ളണം എന്നില്ല. ഇതൊക്കെ പറയുമ്പോഴും നടി ആക്രമിച്ച കേസിൽ കൂറുമാറിയെന്ന് വരെയുള്ള വാർത്തകളാണ് പുറത്തു വന്നത്. യഥാർത്ഥത്തിൽ എന്ത് റോളുണ്ടായിരുന്നു? ഒരു റോളും ഇല്ലായിരുന്നു. എല്ലാവരെ പോലെ എനിക്ക് ഭാവനയാണെങ്കിലും കാവ്യാണെങ്കിലും ദിലീപാണെങ്കിലും എല്ലാവരോടും എനിക്ക് ഒരുപോലെ സൗഹൃദം. പക്ഷെ എന്നോട് പോലീസുകാർ ചോദിച്ചാൽ അവിടെ ആ സമയത്ത് ഇങ്ങനെ ഒരു അടി ഉണ്ടായപ്പോൾ ബിന്ദു ഞാൻ അങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല. അതായത് ഈ നേരത്തെ ഉള്ള വിഷയം അങ്ങനെ ഒരു സംഭവം നടന്ന് ഞാൻ കണ്ടിട്ടില്ല. ഈ പീഡനവുമായി ബന്ധപ്പെട്ടല്ല ചോദ്യം, നേരത്തെ ഫീൽഡിൽ എന്തോ പ്രശ്നം ഉണ്ടായെന്നുള്ളതാണ് ചോദ്യം. നേരത്തെ. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഉള്ളത് ഈ എല്ലാവരും ഒരുമിച്ച് തന്നെ ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളൂ. ആദ്യം മുതൽ ഒരേ നിലപാടാണ് ഈ കാര്യത്തിൽ എടുത്തിരുന്നത്. അതെ. പക്ഷെ കോടതി കൂറുമാറിയെന്നാണല്ലോ വാർത്ത. അത് അവരെന്തുകൊണ്ട് പറഞ്ഞത്? കാരണം കോടതിയിൽ അങ്ങനെ കൂറുമാറി എന്ന് പറയാൻ അവർക്ക് എങ്ങനെയാ അറിയാം? ഞാൻ പറഞ്ഞു കുറച്ച് പേപ്പേഴ്സ് കൊണ്ട് കൊടുത്തായിരുന്നു കയ്യില്. എന്നിട്ട് ഇത് നോക്കി അങ്ങ് പറഞ്ഞോണ്ടാ മതി എന്നാ പറഞ്ഞത്. ഇപ്പൊ ഞാൻ പിന്നീട് പറഞ്ഞു ഇത് കണ്ട് നോക്കിയിട്ട് പറയണ്ട, നീ കണ്ട കാര്യം നീ പറഞ്ഞാൽ മതി അവിടെ. അതെ, അതിൽ 2 പേപ്പറും കാണാനും ഇല്ല. അതെ, 3 ഷീറ്റ് നമ്മൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇവിടെ വന്നിരുന്ന എഴുതിക്കൊണ്ട് പോയത്. എഴുതല്ലേ ചെയ്ത് റെക്കോർഡ് ഇവള് പറഞ്ഞ കുറെ കാര്യങ്ങളും ഇല്ല. അപ്പൊ എൻ്റെ അടുത്ത് ഞാനോട് പറയാം, ഞാൻ അത് ശരിയല്ല, ഞാൻ മുറിയിലിരിക്കാം, നിന്റെ അടുത്താണ് ചോദിക്കാനുള്ളത്, ഞാൻ എൻ്റെ ഇടയ്ക്ക് വന്നിരുന്നിട്ട് ചോദിക്കാറുള്ളത്. വീട്ടിൽ വന്നപ്പോ അങ്ങനെ വന്ന് സംസാരിച്ചിരുന്നത് എടുത്തോണ്ട് പോയി. അതിന്റെ പലതും ഇല്ല. ഇവിടെ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ചോദിച്ചു, അതിങ്ങനെ വായിച്ചു. ഞാൻ ചോദിച്ചു അതെന്തി അത് കാണുന്നില്ല. പിന്നെ അവനെ നീ കണ്ട കാര്യം പറയാം. ഞാൻ കാണാത്ത കാര്യം എങ്ങനെ പറയും? അപ്പൊ അവര് പറഞ്ഞു ഇല്ല ദിലീപും സിദ്ദിഖും പറഞ്ഞല്ലോ ആ സമയത്ത് ബിന്ദുവും കൽപ്പന ചേച്ചി ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല. ഞാൻ ഇല്ലാത്ത സംഭവം ഞാനിങ്ങനെ കണ്ടു എന്ന് പറയണേ. അങ്ങനെ തന്നെയാണ് പോലീസിന് മൊഴി കൊടുത്തത്. അങ്ങനെ തന്നെ മൊഴി കൊടുത്തത്. അതും തമ്മിൽ വ്യത്യാസമില്ല. ഇല്ല. പക്ഷെ വാർത്ത വന്ന് മൊഴി മാറ്റിപ്പോയി. എന്ത് മൊഴിയാണ് മാറ്റി പറയുന്നത്? കൂറുമാറിയെന്ന്. ഞാൻ അന്നും എന്നും ഒരേപോലെ സംസാരിച്ചിട്ടുള്ളൂ. കമ്പിളിച്ചേട്ടൻ പറയണ പോലെ കൂറുമാറിയത്. അന്നക്കുട്ടി കുടുംബക്കം വിളിക്കുന്നു എന്ന് പറയുന്നത് മലയാള മനോരമയിൽ വന്നൊരു നോവലാണ്. അതെ, അത് അമ്പിളിച്ചേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞതിന്റെ പേര് മാത്രമാണ് ഞാൻ പോയത്. അങ്ങനെയുള്ള പടങ്ങളൊന്നും ഞാൻ തിരഞ്ഞെടുക്കാൻ പാടില്ലായിരുന്നു. അത് പിന്നീട് അമ്പിളിച്ചേട്ടൻ എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, എടുക്കരുത്. നീ എന്തിനു ചെയ്തത്? ഉത്തരം പറഞ്ഞില്ലേലും കുഴപ്പമില്ല. എങ്കിലും ഞാൻ ചോദിക്കുവാണ്, ഇത് ആരാ ഈ മനഃപൂർവ്വം ഇങ്ങനെ വെട്ടിയിരുന്നെന്ന് വല്ലതും പറയാൻ പറ്റുമോ?